6-ാം അധ്യായം അതിൻ്റെ 9 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. Hebrews chapter 6 verses 9 till 12 वचन को जो है आज हम लोग देखेंगे. We are going very slow, I know that, but this is very important for our spiritual journey. ഇത് വളരെ ഞാൻ ചെറിയ ചെറിയ പാസേജ് എടുത്ത് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ ആ ആത്മീക യാത്രയിൽ, ക്രിസ്തീയ ഓട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. വളരെ ശാന്തമായി നമുക്കെല്ലാവർക്കും മനസ്സിലാകുകയും വേണം, ഇത് ഗ്രഹിക്കുകയും വേണം, അതിന് പ്രകാരം ജീവിക്കുകയും വേണം. हमें ये समझना भी है और इस प्रकार चलना भी है. इसके लिए बड़े संयम के साथ मैं इस क्लासेस को लेने के लिए चाहता हूँ. 9 till 12 में जाने से पहले हमने पिछले लास्ट क्लास में देखा, സ്പെഷ്യലി വേഴ്സസ് 7 and 8, 7-8 വാക്യം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത്. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കും. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനാകുന്നു. ചുട്ടുകളക അത്രേ അതിൻ്റെ അവസാനം. അപ്പം നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ടത്, പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി ഇങ്ങനെ നനഞ്ഞിരിക്കുമ്പോൾ ആ കൃഷിക്കാരൻ ആഗ്രഹിക്കുന്നത് ആ ഭൂമിയിൽ നല്ല കൃഷി വന്ന് സസ്യാദികൾ വിളയിക്കണം. അതാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ ലേഖനകർത്താവ് ആ ഒരു ഉദാഹരണത്തെ കൊണ്ടുവന്നത്? ഇതുപോലെ സുവിശേഷത്തിൻ്റെ വചനം ശ്രവിച്ചവർ പലപ്പോഴും ദൈവവചനത്തിൻ്റെ ആ മഴ പെയ്ത് ഭൂമി നനഞ്ഞ ദൈവമക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആത്മീക പക്വത പ്രാപിച്ചവർ വളരണം. അങ്ങനെ വളരുമ്പോൾ അവിടെ അവസാനം കൊടുത്തിരിക്കുകയാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കും. അപ്പം എങ്ങനെയാണ് ദൈവവചനം ശ്രവിക്കുന്ന നമ്മുടെ നിലം? അത് സസ്യാദികളെ വിളയിക്കുന്ന നിലമാണോ, അതോ മുള്ളും ഞെരിഞ്ഞിലും വിളയിക്കുന്ന നിലമാണോ? ഈ രണ്ട് നിലത്തെ കൊണ്ടുവന്നിട്ട് പറയുക, അതിൻ്റെ അവസാനം എന്താ? ഒരു നിലത്തിൻ്റെ അവസാനം ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കും, എന്നാൽ മറ്റേത് ചുട്ടുകളയത്രേ അതിൻ്റെ അവസാനം. അപ്പം ആത്മീക പക്വത ഇല്ലാതിരിക്കുന്നത് അത് കുഴപ്പം ഇല്ലാത്തൊരു കാര്യമായിട്ട് ദൈവമക്കൾ കാണരുത്. ക്രിസ്തീയ പക്വത വന്നില്ല എങ്കിൽ നാം പിന്മാറിപ്പോകാനുള്ള അപകടമുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് പറയുകയാണ്. ദൈവമക്കളോടാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാ, വെളിച്ചം ലഭിച്ചവർ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ഇവർക്ക് വേണ്ടിയാണ് മരിച്ചത്. നല്ല വചനം കേട്ടവർ, സ്വർഗീയ ദാനം, പരിശുദ്ധാത്മാവ് എന്ന് വേണ്ട ഇതെല്ലാം പ്രാപിച്ച, ഭൂമി നനഞ്ഞ ഇവരെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് എന്താ? ആത്മീക പക്വത പ്രാപിക്കണം. लास्ट क्लास में हमने देखा 6 का 7 और 8, स्पेशली देखिए 6 का 7 और 8, क्योंकि जो भूमि वर्षा के पानी को जो उस पर बार बार पड़ता है पी कर जिन लोगों के लिए वो ज्योति बोई जाती है उनके काम का साग पात उग जाती है. तो बार बार पानी क्यों गिरा, गीला क्यों हुआ है? ताकि वो जमीन क्या उपजाना चाहिए? साग पात. ऐसा करने वाले जमीन को परमेश्वर की आशीष वो जमीन पाता है. अगर नहीं, 8वां वचन, पर यदि वो जाड़ी और उटकटारे उगाती है तो वो निकम्मी और श्रापित होने पर है और उसका अंत जलाया जाना है. तो मेरे प्रियो, जमीन पर पानी क्यों गिर रहा है? ये क्यों पी रहा है ये जमीन ये पानी? ताकि वो जात सब्जी उगाए. वो नहीं हो रहा है तो अंत उसका जलाया जाएगा. अगर उगा रहा है तो परमेश्वर का आशीष मिलेगा. तो ये लेखक ये एग्जाम्पल को आखिर में लेके आके क्यों बंद कर रहा है?
मसीह जीवन में एक टाइम के बाद हर एक बिलीवर स्पिरिचुअल मेच्योर्ड होना है, वो है फ्रूटफुल लाइफ। मतलब क्राइस्ट के बारे में फाउंडेशनल टीचिंग होने के बाद दे शुड प्रैक्टिस द टीचिंग। यीशु मसीह ने सिखाया वो बात जीवन में प्रैक्टिस में लेके आना चाहिए। ऐसा प्रैक्टिस में लेके आकर मैच्योर्ड होना चाहिए। हमेशा इन्फेंट नहीं रहना है। हमेशा बच्चों के जैसा दूध पीने का अनुभव में हमेशा रहेंगे तो वहां पर लिखा है, वहां पर चेतावनी दे रहा है, इट इज डेंजरस थिंग बिकॉज दैट विल लीड टू अपोस्टेसी। पीछे मुड़कर जाने का चेतावनी दे रहा है। तो इसके लिए प्रियो, क्या हुआ ब्रदर, इन्फेंट में रहेगा यीशु आने तक? इट इज नॉट, इट इज नॉट अ गुड थिंग टू बी एन इन्फेंट। वाई? बच्चे के जैसा इमेच्योरिटी स्पिरिचुअल लाइफ में होगा, वो डिस्ट्रक्शन की ओर ही लेके जाएगा। तो इसके लिए यहां पर चेतावनी देकर बंद किया, यू शुड बी दैट फील्ड दैट गिव्स, that brings vegetation and that receives blessings from God. Okay. तो ബൈബിൾ ഐസ വാർണിംഗ് करता है. ദൈവവചനം ഇതുപോലെ നമ്മളെ മുന്നറിയിപ്പുകളും പ്രബോധനവും ഇതുപോലെ ആ, നമ്മളെ ആ, നമ്മളെ നമ്മുടെ കുറ്റങ്ങളെ ദൈവത്തിൻ്റെ വചനം കാണിക്കുന്നതാണ്. സെക്കൻഡ് തിമത്തി ചാപ്റ്റർ 3 വേഴ്സസ് 16 and 17. തിരതേക്കുകയും 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യം, എല്ലാ തിരുവഴുത്തും ദൈവശാസ്യമാകയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും, അപ്പോൾ ദൈവവചനം എന്തിനാ? ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പം ദൈവവചനം എന്തുകൊണ്ടാണ് പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം എന്താ? ഉപദേശം. ഉപദേശിക്കുക, ഏതാണ് ശരി വഴി എന്ന് ഉപദേശം ചെയ്യുക. അതാണ് ഇവിടെ ചെയ്തത്, ഉപദേശം. 2, ശാസിക്കുക. തെറ്റായ വഴിയിലേക്ക് പോകുമ്പോൾ തിരുവചനം പ്രസംഗിക്കുമ്പോൾ എന്ത് ചെയ്യും? ശാസനം കിട്ടും. मैं हिंदी में बोलूँगा, पहले मैं मलयालम में तेरा कंप्लीट करने दो उसको. ശാസിക്കുക. പലപ്പോഴും പലര് ചിന്തിക്കുന്നത് പാസ്റ്റർ ഈ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് കുത്തിയാണ് പ്രസംഗിക്കുന്നതെന്ന്. ചിലർ അത് വിഷമിച്ചിങ്ങനെ ചിന്തിക്കും, അല്ലെങ്കിൽ ദേവദാസന്മാരെ കുറിച്ച് അല്ലെങ്കിൽ എന്നെക്കുറിച്ചും ഇങ്ങനെ ചിന്തിക്കും, ഇതൊക്കെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് കുത്തിയാണ് പ്രസംഗിക്കുന്ന ഈ പുള്ളി. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, കൊരിന്ത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കൊരിന്ത്യ സഭയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവിഷൻ ഉണ്ടെന്ന് പൗലോസിനോട് ആരാ പറഞ്ഞേ? പൗലോസ് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞാണോ? അല്ല. കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായം വായിക്കുമ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, ക്ലോവേലെ വീട്ടുകാർ അല്ലെങ്കിൽ ക്ലോവേലെ ഭവനക്കാർ, ക്ലോവേലുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു. ക്ലോവേലുള്ളതെന്ന് പറയുമ്പോൾ അവിടുത്തെ ചർച്ചിലെ വിശ്വാസികളുടെ ആൾക്കാർ പൗലോസിനോട് പറഞ്ഞു ഇവിടെ ഭിന്നതയുണ്ടെന്ന്. അപ്പോൾ പൗലോസ് 1-ാമത്തെ ലേഖനം 3-ാം വാക്യത്തിൽ നിങ്ങൾക്ക് ഭിന്നതയുണ്ടെന്ന് ഞാൻ കേൾക്കുന്നു എന്ന് പറയുന്നത് സഭയിലുള്ളവർ പൗലോസിനെ അറിയിച്ചു. അങ്ങനെ പൗലോസ് പറയുക. അപ്പം ഒരു കാര്യം അറിഞ്ഞ് അത് ശാസിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുന്നത് കുത്തിപ്രസംഗമായിട്ടല്ല നമ്മൾ കാണേണ്ടത്. പ്രത്യേകത ഇങ്ങനെയാണ് കാണേണ്ടത്, അയ്യോ ഞാൻ തെറ്റായി പോയി വഴിയിലേക്കായിരുന്നല്ലോ ഞാൻ പോയത്, ഇത് തിരുവചനത്തെ തെളിയിച്ചു പറഞ്ഞപ്പോൾ എനിക്ക് മാനസാന്തരപ്പെട്ട് വരണം. അപ്പം ദൈവവചനം ഇങ്ങനെ ശാസിക്കുകയും ഉപദേശിക്കുകയും, ഗുണീകരണം എന്ന് പറഞ്ഞാൽ ശാസിച്ച വ്യക്തി ശരിയായ വഴിയിലേക്ക് വന്ന് ഇനി ഈ വഴിയിലേക്ക് നടക്കണമെന്ന് ഗുണീകരിക്കുകയും, അടുത്തത് നീതിയിലെ അഭ്യാസമാണ്, എക്സസൈസ് ചെയ്യിപ്പിക്കും. അതാണ് എല്ലാ ആഴ്ചയിലും എക്സസൈസ്. മനസ്സിലാകുന്നുണ്ടോ? തിരുവചനം എല്ലാ ആഴ്ചയിലും ഇങ്ങനെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഇതൊരു അഭ്യാസം, ഇതൊരു എക്സസൈസാണ്. തിരുവചനം ഇങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോഴാണ് നമ്മുടെ ഇച്ചിരി ഒന്ന് വേർത്ത് ഉള്ള ഈ ഫാറ്റും കാര്യങ്ങളും എല്ലാം പോകുന്നത്. എന്ന് പറഞ്ഞാൽ ശാരീരികമായുള്ളതല്ല, ആത്മീകമായി ശരീരത്തിൽ പിടിച്ചിരിക്കുന്ന ഇതെല്ലാം അങ്ങ് പോകണം. അപ്പം ഇതൊക്കെ
सेकंड तिमोथी चैप्टर 3 वर्सेस 16 एंड 17 उर्दू में आप लोग देखिए। हर एक पवित्र शास्त्र परमेश्वर की प्रेरणा से रचा है और उपदेश, समझाने, सुधारने और धर्म की शिक्षा के लिए लाभदायक है। तो देखिए, परमेश्वर का वचन किसके लिए हम लोग पढ़ते हैं, परमेश्वर का वचन क्यों हम लोग ध्यान देते हैं। सबसे पहला वहां पर लिखा है, मैं उसको उर्दू में भी पढ़ लेता हूं ताकि आप लोगों को बाकी लोगों को भी जरा ये आसानी हो जाए। 3 का 16 में लिखा है कि हर एक सहीफा जो खुदा के इल्हम से है, तालीम, इल्जाम, सलाह और रास्तबाजी, चार बातें। नालिगार, चार बातें। नंबर 1, वहां पर लिखा है कि तालीम देना, सिखाना। सिखाना, तो परमेश्वर का वचन हमें सिखाता है, तालीम देता है, उपदेश देता है। नंबर 2, समझाना। इधर उर्दू में लिखा है कि इल्जाम लगाना। इल्जाम मतलब तू गलत में जा रहा है, दैट्स अ रॉन्ग वे, ये इल्जाम लगा रहा है। तो खुदावन का कलाम इल्जाम लगाता है। इब्रू लेटर में देखें, वो चर्च के बिलीवर्स लोगों को इल्जाम लगा रहा है कि अगर आप ऐसा स्लगिश हो जाएंगे, अगर आप इतना लेजी हो जाएंगे स्पिरिचुअल लाइफ में, 101% आप वो जमीन के जैसा हो जाएंगे जो आखिर में जलाया जाएगा। കുറ്റം പറയുന്നത് കണ്ടോ ഈ ദൈവസഭയുടെ ഈ എബ്രായ ലേഖന കർത്താവ്? നിങ്ങൾ ആത്മീകമായി പക്വത പ്രാപിച്ചില്ല എങ്കിൽ ഏ ആ സസ്യാദികളെ വിളയിക്കുന്ന നിലം പോലെയല്ലായിരിക്കും, മുള്ളുകളും ഞെരിഞ്ഞുകളും വിളയിക്കുന്ന നിലം പോലെയായി അതിൻ്റെ അവസാനം നാശത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടെന്ന് അവരെ കുറ്റം പറയുക, പേടിപ്പിക്കുകയല്ല, കുറ്റം പറയുക, ഇങ്ങനെ പോകരുത്, അപ്പോൾ ആത്മീക മാന്യത അത് നീക്കണം എന്ന് പറയുകയാണ്. तो स्लगिशनेस इन स्पिरिचुअल लाइफ, लेजीनेस इन स्पिरिचुअल लाइफ, वो हटाने के लिए कह रहा है, तो इल्जाम लगा रहा है. कुछ लोग ऐसा सोचते हैं, पास्टर ये सब जानकर जो है टोक के बात कर रहा है, टोक के बात कर रहा है. मैंने पिछले अपना 1 कोरिन्थियंस जब हम लोग पढ़ रहे थे तो मैंने एक बात देखा, पॉल को किसने बोला कि कोरिन्थी चर्च में डिवीजन है? पॉल को किसने बोला कि कोरिन्थी के कलीसिया में डिवीजन है? होली स्पिरिट ने नहीं बोला. पॉल को डिवीजन है करके वही चर्च का एक बिलीवर्स, क्लोवे करके उनका फैमिली का बिलीवर्स ने जाके पॉल को बोला, राइट? तो पॉल ने ये समझा, समझकर उसने लिखा है, इल्जाम लगाया है. तो जब भी ऐसा होता है तो ये नहीं सोचना कि पास्टर जानकर टोक कर बोल रहा है, बल्कि ये समझना है, अरे मैं तो गलत में था, मुझे क्या किया, इल्जाम लगाया मुझे सही रास्ते में लेके आने के लिए. तो खुदावन का कलाम इल्जाम करता है. और तीसरा क्या करता है, सलाह करता है, नहीं तो सुधारता है, हमें हमें सुधारता है. और चौथा देखिए, धर्म की शिक्षा. धर्म की शिक्षा, अगला वहां पर लिखा है कि राष्ट्रबाजी में तरबियत करना, मतलब एक्सरसाइज, एवरी वीक ये एक्सरसाइज कर रहे हैं हम लोग. तो देखिए, लेट अस कम बैक टू ഇബ്രൂസ്. എബ്രായ ലേഖനത്തിലേക്ക് മടങ്ങി വരാം. 6-ാം അധ്യായം. അപ്പം അവരെ അവരെ ഉപദേശിച്ചും അവരെ ശാസിച്ചും അവരുടെ ഗുണീകരണത്തിന് വേണ്ടി സംസാരിച്ചിട്ട് നീതിയിൽ അവരെ അഭ്യസിപ്പിക്കുകയാണ് ഈ ലേഖന കർത്താവ് ചെയ്യുന്നത്. അപ്പം 9-12 വരെയുള്ള വാക്യങ്ങളിൽ ഇതുവരെ അവരെ മുന്നറിയിപ്പുകൾ കൊടുത്ത് അവരോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പോയാൽ ശരിയാവത്തില്ല എന്ന് വളരെ ശാസിക്കുന്ന ഒരു 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 നോട്ടാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. എന്നാൽ 9-12 വരെയുള്ള വാക്യങ്ങളിൽ ആശ്വാസവാക്കും പറഞ്ഞവരെ ബലപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ വചനം അങ്ങനെ പറയരുത്. ആദ്യം നമ്മളെ ഒന്ന് ശാസിക്കും, ആദ്യം നമ്മൾ പോകുന്ന വഴി തെറ്റാണ് എന്ന് ചൂണ്ടി നമ്മളെ കാണിക്കും. അങ്ങനെ മനസ്സ് തിരിഞ്ഞു വരുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ മടങ്ങി വരുമ്പോൾ ആശ്വാസവചനവും ദൈവത്തിൽ കേൾക്കുവാനിടയായിത്തീരും. നമുക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിന് നാം തിരിഞ്ഞു വരണം. തിരിഞ്ഞു വരുമ്പോഴാണ് ആശ്വാസം. നമുക്ക് ആദ്യം എന്തോ വേണ്ടേ? ശാസനയല്ല, നമുക്ക് ആദ്യം എന്തോ വേണ്ടേ? ആശ്വാസമാണ്. എന്നാൽ ശാസനയിൽ നിന്ന് വരുന്ന ആശ്വാസം ആണ് യഥാർത്ഥ
ശക്തമായ ആശ്വാസം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഇവിടെ 9 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കാം. तो देखिए अभी तक जो है ये ये कलिसिया के लोगों को ये लेटर लिखने वाला जो है क्या कर रहा था, वो इल्जाम लगा रहा था ना, इल्जाम लगाया, उपदेश किया कि ऐसा जाएगा तो वो जमीन हो जाएंगे तुम लोग, ऐसा नहीं हो सकता है, यू कैनॉट बी स्लगिश, यू कैनॉट बी लेजी इन स्पिरिचुअल लाइफ. ये सलाह देने के बाद, ये इल्जाम लगाने के बाद 9 से लेके 12 जो अभी हम लोग देखने के लिए जा रहे हैं, उन्हें क्या कर रहा है मालूम है? ई इस वो उन्हें प्रोत्साहित कर रहा है, एनकरेज कर रहा है. प्रभु का वचन ऐसे ही है. हमें सबसे पहला इल्जाम लगाएगा, इल्जाम लगा के हम लोग मन फिरा के तौबा करके दोबारा लौट के आने के लिए जब भी हम लोग प्रभु के पास आएंगे, परमेश्वर का वचन हमें प्रोत्साहित करेगा, एनकरेज करेगा. लेकिन हमको सबसे पहले क्या चाहिए? इल्जाम चाहिए कि एनकरेजमेंट चाहिए? हमको एनकरेजमेंट चाहिए. लेकिन सच में एक बात बोलूं, सच में एनकरेजमेंट कब आता है मालूम है? जब भी मेरे और आप लोगों के रास्ते को खुदावंद का रूप वचन से इल्जाम लगाता है, और जब हम मुड़कर आते हैं तब है मुझे और आप लोग को सच में शांति मिलता है. समझ में आ रहा है आप लोगों को? ठीक है. तो अभी 9 से लेके 12 क्या है? എൻകറേജ്മെന്റ്. 9 തൊട്ട് 12 വരെ വാക്യങ്ങൾ എന്താണ്? അവരെ എൻകറേജ് ചെയ്യാണ്. യുനോ വൺ പാസ്റ്റർ സെഡ് ലൈക്ക് ദിസ്: വാർണിംഗ് ഡിസ്റ്റർബ്സ് us, promise gives us assurance. Warning disturbs us, promise gives assurance. He is a good pastor. ये इब्रू लेटर का जो कोई भी है, आई डोंट नो हु इज ही, बट ഈസ് എ വെരി ഗുഡ് പാസ്റ്റർ. ഈ ദൈവദാസൻ നല്ലൊരു ദൈവദാസൻ. എങ്ങനെയാണെന്നറിയാമോ? ഈ ദൈവമക്കൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഈ കേൾക്കുന്നവരാരും കർത്താവിൻ്റെ ശാപത്തിന് കീഴെ വരില്ല, അവസാനം കത്തിപ്പോകുന്ന വെന്തിരിഞ്ഞു പോകുന്ന അനുഭവത്തിൽ വരില്ല എന്ന് പറഞ്ഞ് വളരെ ഉത്സാഹത്തോടാണ് ഈ പ്രസംഗിക്കുന്നത്. വളരെ ഉത്സാഹത്തോടാണ് താനിത് പറയുന്നത്. അതിൻ്റെ 11-ാമത്തെ വാക്യം നോക്കി, उसका 11 वचन जरा देखिए. Hebrews 6:11. Why is saying all this? എന്തുകൊണ്ടാണ് ഇത്ര കട്ടിയായ ഭാഷയിൽ പറയുന്നത്? इतना स्ट्रॉन्ग लैंग्वेज में क्यों बोलते हैं? 6:11 जरा पढ़िए. 6:11. पर हम बहुत चाहते हैं कि तुम में से हर एक जन अंत तक पूरी आशा के लिए ऐसा ही प्रयत्न करता रहे. देखा, ये पास्टर का चाहत देखा क्या है? कैन यू सी दैट? നോക്കിക്കേ 11-ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലാതെ ഇവരെ കുറ്റപ്പെടുത്തിയിട്ട് പുള്ളി ഇങ്ങനെ സന്തോഷിച്ചിരിക്കുക, ഇവന്മാരൊക്കെ ഒന്ന് എന്തരി, അങ്ങനെ സന്തോഷിക്കുന്ന നല്ല ആളല്ല ഇത്. പുള്ളിക്ക് കാണണ്ട, ഒരു ദൈവമക്കൾ പോലും ദൈവവചനം കേൾക്കുന്ന ആരും നഷ്ടപ്പെട്ടു പോകരുത്, അവർ മാന്യമായി തീരരുത്, സ്പിരിച്വൽ ഇമ്മച്യൂരിറ്റിയിലായിരിക്കരുത്, എങ്ങനെയെങ്കിലും ഇവർ വളരണം. എന്നെ എബ്രായ ലേഖനം ഞാൻ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും പേര് ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഹൃദയം നൊന്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. വേറൊന്നുമല്ല, നിങ്ങളുടെ സാലറി കൂട്ടണമെന്നോ രോഗം മാറണമെന്നോ അതൊക്കെ സെക്കൻഡറി. എൻ്റെ പ്രാർത്ഥന, എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഇതാണ്: ആത്മീകമായ പക്വതയിലേക്ക് ഞാനും എൻ്റെ സഹോദരന്മാരെല്ലാവരും വളരണം. ശിശുത്വം വിട്ട് പാല് കുടിക്കുന്ന അനുഭവം വിട്ട് നീതിയിൽ അഭ്യസിക്കുന്ന ദൈവമക്കളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും തീർക്കണമേ. ആ സസ്യാദികളെ കൊടുക്കുന്ന നിലങ്ങളാക്കി ഞങ്ങളെ തീർക്കണേ. പലപ്പോഴും ദൈവവചനത്തിൻ്റെ മഴ പെയ്തുകൊണ്ടിരിക്കുക, അത് പ്രയോജനമുള്ളവരായി ദൈവാനുഗ്രഹം പ്രാപിക്കുന്നവരാക്കി തീർക്കണമേ. ये इब्रूस लेटर जब मैं ऐसा पढ़ता हूँ, व्हेन आई रीड इट, आप लोग एक एक लोगों का नाम लेके मैं प्रार्थना करता हूँ. एंड दैट प्रेयर, आपका सैलरी बढ़ने के लिए, आपका बीमारी, वो है सेकेंडरी है, वो प्राइमरी. परमेश्वर हम में से कोई भी वो भूमि नहीं बने जो उटकटारे और ये थॉर्न्स को
उगाने वाला जमीन नहीं, बार बार गिरता हुआ पानी से, बार बार गीला हुआ ये जमीन सच्ची सब्जी को उपजाए, ताकि परमेश्वर का आशीष मिले। हम लोग दूध पीते बच्चे नहीं रहे, हम लोग मैच्योर्ड हो जाए। ये പാസ്റ്റർ यही सोचकर ये बात कर रहा है. ഈ ദേവദാസനും ഇത് തന്നെ ഓർത്താണ് ഇത് മുന്നറിയിപ്പ് ഇവരോട് പ്രസംഗിക്കുന്നത്. അവരോട് വൈരാഗ്യം കൊണ്ടല്ല, അവരോട് അവരെ കുറ്റപ്പെടുത്തി മാറിയിരുന്ന് ചിരിക്കുന്ന അനുഭവമല്ല, അവരോടിത് പറയുമ്പോൾ തന്നെ ഹൃദയവേദനയോടാണ് ഈ വ്യക്തി സംസാരിക്കുന്നത്. जब ये प्रचार करने के वक्त ये प्रचार करके बाजू में रुककर बैठकर इनके लिए असरा नहीं है, बल्कि इनके स्पिरिचुअल कंडीशन में is really worried and sad about. He's sad about them. He's disappointed. That's why somehow किसी भी तरह इनको वार्निंग देकर सख्त वर्ड भी होने दो, यू नो, उनका वो स्लगिशनेस से, उनका वो लेजीपन से उनको जगाए, और ദേ ഷുഡ് ഗ്രോ ഇൻ സ്പിരിച്വൽ. അവർ ആത്മീകമായി വളരണമെന്നുള്ള ഉത്സാഹം അവർക്കുള്ളിൽ വരണമെന്നുള്ള ബോധ്യം ഈ ദേവദാസുണ്ട്. ലെറ്റ്സ് റീഡ് ദാറ്റ് വേഴ്സസ് 11 അഗെയിൻ. 6:11 ഒന്നുകൂടെ നോക്കിക്കുകയും, पर हम बहुत चाहते हैं. क्या चाहते हैं? ए ट्रू पास्टर आपका पैसा नहीं, आपका कोई चीज नहीं चाहता है. वो चाहता है कि तुम हर एक जन अंत तक पूरी आशा के लिए ऐसे ही प्रयत्न करते रहो, लेजी नहीं हो. बाइबल रीडिंग, प्रेयर, कमिंग टू द फेलोशिप, ये बार बार जोर क्यों दे रहा है? सो दैट ये आज शुरू किया परसों खत्म करने वाला नहीं है. ये फेथ अंत तक, യേശു के आने तक we should run this race patiently. എന്തുകൊണ്ടാണ്? എന്നാൽ ഞങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയോടെ, നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയോടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്താ യഥാർത്ഥ ദൈവദാസൻ ആഗ്രഹിക്കുന്നത്? നമ്മുടെ പൈസയല്ലായിരിക്കും. നമ്മളിൽ നിന്ന് എന്തെങ്കിലും നേട്ടം നേടുവാൻ വേണ്ടി ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് ഇന്ന് പലപ്പോഴും പലയിടത്തും നടക്കുന്നത് ഇങ്ങനെയാണ്. ചക്കരവാക്കും മുഖസ്തുതിയും ഒക്കെ പറഞ്ഞ് അച്ഛാ അമ്മാമയെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു നിർത്തും. അങ്ങനല്ല. എന്താ ആഗ്രഹിക്കുന്നത്? ഈ വിശ്വാസം അവസാനത്തോളം, ആ രക്ഷ പ്രാപിക്കുന്നിടത്തോളം ഇവർ ഫലം കായ്ക്കുന്ന നിലങ്ങളായി തീരണം. അതാ ആഗ്രഹിക്കുന്നത്, വേറൊന്നുമല്ല. So with this understanding, let us come to verses 9. 9th വാക്യത്തിലേക്ക് വരും. 6:9 जरा पढ़िए. पर हे प्रियो, यद्यपि प्रियो, ये हिब्रू लेटर में सबसे पहली बार ये वर्ड इस्तेमाल किया, बिलोवड, ए प्रियो. എബ്രായ ലേഖനത്തിൽ ആദ്യമായിട്ടാണ് ഈ വേർഡ് കാണാൻ കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ए प्रियो, किसके लिए प्रिय है? नंबर 1, परमेश्वर के लिए प्रिय है. नंबर 2, ये पास्टर के लिए भी प्रिय लोग हैं. പ്രിയമുള്ളവരെ എന്ന് പറയുമ്പോൾ ആർക്ക് പ്രിയമുള്ളവർ? ഒന്ന്, ദൈവത്തിന് പ്രിയമുള്ളവരാണ് ഇവര്. അതുകൊണ്ട് ഈ ദൈവദാസനും ഇവരാരാണ്? ഓരോരുത്തരും പ്രിയമുള്ളവരാണ്. ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കളും ദൈവത്തിന് പ്രിയമുള്ളവരാണ്. ദൈവദാസന്മാർക്കും എല്ലാവരും ഒരുപോലെ പ്രിയമുള്ളവരായിരിക്കണം. അല്ലാതെ പൈസ കൂടുതലുള്ളവർക്കും പ്രിയം കൂടും, പൈസ കുറച്ചുള്ളവർക്ക് കുറച്ച് പ്രിയം, അങ്ങനല്ല. എല്ലാ ദൈവമക്കളും, ദൈവത്തിന് പ്രിയരായിരിക്കുന്ന എല്ലാ ദൈവമക്കളും ദൈവദാസന്മാർക്ക് പ്രിയമുള്ളവരായിരിക്കണം. तो ए प्रियो करके किसके लिए बुला रहा है? क्योंकि he loves them. And this warning, this encouragement is out of his love towards his people. ദൈവത്തോടുള്ള സ്നേഹം, ഈ ജനത്തോടുള്ള സ്നേഹം കാരണം മുന്നറിയിപ്പും ഉപദേശം കൊണ്ട് ഇവരെ പ്രബോധിപ്പിക്കുക. പഠിയാകെ സിസ്റ്റർ. यद्यपि हम ये बातें कहते हैं, तो भी तुम्हारे विषय में हम इससे अच्छी और उद्धार वाली बातों का भरोसा करते हैं. देखे, मैं इतना सख्ती से वार्निंग किया तो भी प्रियो, आप लोगों के बारे में हम लोग भरोसा रखते हैं
कि तुमको उद्धार मिलेगा। अब एक सवाल, पास्टर, अगर आप भरोसा रखते हैं तो इतना सख्ती से इनको क्यों वार्न किया? हाँ, आप भरोसा रखते हैं ना, आपको कॉन्फिडेंट है ना इनके बारे में, तो क्यों वार्न किया? तो ये पास्टर क्या बोले मालूम है? मैं इनको प्रेम करता हूं, मुझे भरोसा तो है, लेकिन अब जो है इनका लेजीपन थोड़ा आ गया है, वो लेजीपन से इनको जगाने के लिए वार्न करना ही पड़ेगा। मेरा वार्निंग का मतलब ये नहीं है कि ये लोग उठकटारे उगाने वाले जमीन है करके। मेरा वार्निंग का मतलब ये है, वो लोग वो जमीन नहीं होना चाहिए। समझ में आ रहा है आप लोगों? ഇനി 9ാമത്തെ വാക്യം നോക്കിയേ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും, എങ്ങനെ സംസാരിക്കുന്നു? എങ്ങനെ സംസാരിക്കുന്നു? 4 തൊട്ട് 8 വരെയുള്ള സംസാരം കേട്ടായിരുന്നോ? നല്ല ഷാർപ്പുള്ള കത്തി യൂസ് ചെയ്യുന്നത് പോലെ അല്ല, ബട്ടർ നൈഫ് യൂസ് ചെയ്യുന്ന പോലെ അല്ല. അവിടെയും കൊള്ളുന്നില്ല, ഇവിടെയും കൊള്ളുന്നില്ല. ചിലർ പറയില്ലേ, ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, ഞാൻ അങ്ങ് തൃശ്ശൂരിൻ്റെ കാര്യമാണ് പറയുന്നത്, അല്ല ഞാൻ അങ്ങ് കൊല്ലത്തെ കാര്യമാണ് പറയുന്നത്, ഇവിടുത്തെ കാര്യമൊന്നും എല്ലാം പറഞ്ഞുകൊണ്ട് സോപ്പിടിയിലൊന്നുമല്ല, നല്ല ഷാർപ്പ് നൈഫ് യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നത് പോലെ സംസാരിച്ചിട്ട് പറയുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെക്കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കൊരു ചോദ്യം, പാസ്റ്ററിന് ഈ വിശ്വാസികളെ ഭയങ്കര വിശ്വാസമാണെങ്കിൽ പിന്നെ എന്തിനാ പാസ്റ്റർ ഇങ്ങനെ സംസാരിക്കുന്നത്? ഭയങ്കര വിശ്വാസമില്ലേ രക്ഷയെക്കുറിച്ച് പാസ്റ്ററിന്, ഇവരെ കുറിച്ച് വിശ്വാസമില്ലേ? പിന്നെ എന്തിനാ പാസ്റ്റർ ഇങ്ങനെയും ശക്തമായിട്ടുള്ള മുന്നറിയിപ്പ് പറയുന്നത്? പാസ്റ്റർ എന്ത് പറയുന്നറിയാമോ? എനിക്ക് വിശ്വാസം ഇവരെക്കുറിച്ച്, ഇവരുടെ വിശ്വാസം രക്ഷയ്ക്കായി ഉതകും അവസാനം. പക്ഷേ കേൾക്കാൻ മാന്യമുള്ളവരായി തീരരുത്. കേൾക്കാൻ മാന്യമുള്ള അവസ്ഥയിലേക്ക് ഇവർ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവരുടെ രക്ഷ യഥാർത്ഥമായിരിക്കുന്ന രക്ഷയാണെങ്കിലും ഇപ്പോഴത്തെ അവസ്ഥ കേൾക്കാൻ മാന്യമായിരിക്കുകയാണ്. ദൈവവചനം കേൾക്കാനും ഗ്രഹിക്കുവാനും കഴിയാതെ, ആത്മീക പക്വത വരാൻ കഴിയാതെ ആയിരിക്കുന്നൊരവസ്ഥയാണ്. ഇങ്ങനെ പോയാലേ ആ മുള്ളും പറക്കാരെയൊക്കെ വരുന്ന നിലം പോലെയായി അത് എന്തായിത്തീരും? അവസാനം കത്തുന്ന അനുഭവമായിത്തീരും. അത് വരാതിരിക്കാൻ എനിക്കിവരെക്കുറിച്ച് കോൺഫിഡൻസ് ഉണ്ട്. അത് വരാതിരിക്കാൻ മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്? സോ വാട്ട് ഈസ് ദ എയിം ഓഫ് ദ പാസ്റ്റർ ഹിയർ? ये पास्टर का एम क्या है? टू ब्रिंग देम बैक टू द फेथ एंड टू ब्रिंग देम बैक टू द പേഷ്യൻസ് എൻഡ്യൂറൻസ്. എന്താണ് ഈ ദേവദാസിന്റെ ആഗ്രഹം? ഇവരുടെ ക്രിസ്തീയോട്ടത്തിൽ ഇവർ സഹിഷ്ണുതയോടെ മടങ്ങി വരുവാൻ വേണ്ടി, സഹിഷ്ണുതയോടെ ഓടേണ്ട ഓട്ടമാണിത് പ്രിയരെ. അതിനുവേണ്ടി ഇവരെ മടക്കി കൊണ്ടുവരികയാണ് ആഗ്രഹം. അതിനുവേണ്ടി ഏത് അറ്റം വരെ ഈ പാസ്റ്റർ പോകും. ये पास्टर कौन सा भी लिमिट क्रॉस करके भी जाएगा इन लोगों को क्या करने के लिए? अपोस्टेसी से बचाने के लिए. He will do anything. He will warn them. He will speak at their face. He will tell the truth at their face. कुछ लोगों को नाराज करना है तो भी नाराज कर देंगे, but he will tell the truth so that they will come to the patience enduring this Christian life. Okay, that is verses 9. അതാണ് 9ാമത്തെ വാക്യം. 10ാമത്തെ വാക്യം, 10th verses जरा पढ़े. क्योंकि परमेश्वर अन्यायी नहीं कि तुम्हारे काम और उस प्रेम को भूल जाए जो तुमने उसके नाम के लिए इस रीति से दिखाया कि पवित्र लोगों की सेवा की और कर भी रहे हो. 10ാമത്തെ വാക്യം മലയാളത്തിൽ അത് വായിച്ചാട്ടെ. ദൈവം നിങ്ങളുടെ പ്രവൃത്തി വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും മറന്നുകളവാൻ തക്കവണ്ണം അനീതിയുള്ളവനല്ല. ഈ ദൈവദാസന് ഈ ദൈവമക്കളുടെ രക്ഷയെക്കുറിച്ചുള്ള കോൺഫിഡൻസിന്റെ
കാരണം എന്താണെന്നറിയാമോ? 10-ാമത്തെ വാക്യം നോക്കി. ദൈവത്തിൻ്റെ നാമത്തിന് ഇവർ ചെയ്തത് മറന്ന് കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അതുകൊണ്ടാണ് ഈ പാസ്റ്ററിന് ഈ ദൈവമക്കളെ കുറിച്ച് എന്ത് ഉറപ്പുള്ളത്, അവർ രക്ഷയെക്കുറിച്ച് ഉറപ്പുള്ളതിൻ്റെ കാരണം എന്താ? ഒന്ന്, ദൈവം ഇങ്ങനെ മറന്നു കളയുവാൻ, ഇവർ ചെയ്ത നല്ല പ്രവൃത്തികളെ മറന്നു കളയുന്ന അനീതിയുള്ള ദൈവമല്ല. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം, അവരുടെ ആ ജീവിതം നോക്കിക്കേ. 10-ാമത്തെ വാക്യം ഒന്നുകൂടെ നോക്കിക്കേ. മെന്തിമയാവുക. 10-ാമത്തെ വാക്യം നോക്കിക്കേ. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും. ഇതേതാ? ഇത് കഴിഞ്ഞ കാര്യമാണ്, പാസ്റ്റ് ടെൻസ്, ഭൂതകാലമാണ്. അതായത് രക്ഷിക്കപ്പെട്ട് വന്ന സമയം തൊട്ട് ഇവർ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും ഇപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. ആരെ? കർത്താവിൻ്റെ ദാസന്മാരെ, കർത്താവിൻ്റെ മക്കളെ, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ഭൂതകാലം, ശുശ്രൂഷിക്കുന്നതിനാലും ഇപ്പോൾ വർത്തമാനകാലം, തൻ്റെ നാമത്തോട് കാണിച്ച. ആഹാ, അപ്പോൾ ഈ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കും ഇവർ പൈസയും ഇവർ വീടും തുറന്നു കൊടുത്ത് വണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തത് കയ്യടി നേടാനല്ലായിരുന്നു. എന്തിനാ ഇവർ കൊടുത്തതെന്നറിയാമോ? ദൈവനാമ നിമിത്തമായിരുന്നു ഇവർ ചെയ്തത്. ദൈവത്തിൻ്റെ നാമനിമിത്തം. അപ്പോൾ നോക്കിക്കേ, ഒന്ന്, ഈ ദൈവമക്കൾക്ക് ദൈവത്തോടുള്ള സ്നേഹം. രണ്ട്, ഈ ദൈവത്തോടുള്ള സ്നേഹം എവിടെ കാണാൻ കഴിഞ്ഞു? ഇവർ ശുശ്രൂഷിക്കുന്ന വ്യക്തികളിൽ കാണാൻ കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ സ്നേഹം വെർട്ടിക്കലുമായിരുന്നു. അടുത്ത എന്തായിരുന്നു? ഹൊറിസോണ്ടലുമായിരുന്നു. അപ്പോൾ ഈ പാസ്റ്ററിന് ഈ ദൈവമക്കളെക്കുറിച്ചുള്ള ഉറപ്പ്, ഇവരുടെ രക്ഷയെക്കുറിച്ചുള്ള ഉറപ്പിന് കാരണം എന്താ? ഒന്ന്, ദൈവം മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. ഒന്ന്. രണ്ട്, ഇവരുടെ വിശ്വാസം നോക്കിക്കേ, ദൈവത്തോടുള്ള സ്നേഹം നോക്കിക്കേ. ദൈവത്തിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവമക്കളെ സ്നേഹിക്കുന്നത്. ദൈവത്തിൻ്റെ നാമത്തെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവമക്കളെ സഹായിക്കുന്നത്, ദൈവദാസന്മാരെ സഹായിക്കുന്നത്, അവരെ ശുശ്രൂഷിക്കുന്നത്. അപ്പോൾ ഇതൊരു യഥാർത്ഥ വിശ്വാസമല്ലേ? ഇത് കണ്ടിട്ടാണ് ലേഖനകർത്താവ് പറയുന്നത്, നിങ്ങളുടെ ഇത് കാണുമ്പോൾ പിന്നെ അതുമാത്രമല്ല, ദൈവം മറന്നു കളയാൻ അനീതിയുള്ള ദൈവമല്ല എന്ന് അറിയാവുന്നത് കൊണ്ട് എനിക്ക് നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചും എനിക്ക് ഉറപ്പുണ്ട് എന്നതുകൊണ്ട് ഞാൻ മുന്നറിയിപ്പ് നൽകത്തില്ലെന്നൊന്നുമില്ല. നിങ്ങൾക്ക് മുന്നറിയിപ്പ് ഞാൻ നൽകും. മനസ്സിലാകുന്നുണ്ടോ പ്രീതി മക്കൾക്ക്? ഓക്കെ, അഭി ഹിന്दी में आता हूं. 10वां वचन जरा पढ़िए. क्योंकि परमेश्वर अन्यायी नहीं कि तुम्हारे काम और उस प्रेम को भूल जाए जो तुमने उसके नाम के लिए इस रीति से दिखाया कि पवित्र लोगों की सेवा की और कर भी रहे हो. तो 9वां वचन में हमने क्या पढ़ा कि परमेश्वर के लोगों के बारे में ये पास्टर को भरोसा है, इनके उद्धार के बारे में भरोसा है. वो भरोसे का रीजन क्या है? कारण क्या है? 2 कारण है. 10वां वचन में हमने देखा 2 कारण. पहला कारण क्या मालूम है? क्योंकि परमेश्वर अन्यायी नहीं. परमेश्वर अन्यायी नहीं. उर्दू में क्या है? उर्दू में थोड़ा और अच्छा एक वर्ड मैंने देखा था. उर्दू में लिखा है 6:10 में लिखा है कि खुदा बेइंसाफ नहीं. खुदावन बेइंसाफ नहीं, खुदावन अन्याय नहीं कि तुम्हारे काम और उस प्रेम को भूल जाए. तो पहला कारण क्या है? ये पास्टर को, ये विश्वासियों के ऊपर भरोसा क्यों है? उनके उद्धार के ऊपर भरोसा क्यों है? क्योंकि पहला कारण, परमेश्वर इनके कामों को भूलने के लिए वो बेईमान परमेश्वर नहीं, वो अन्यायी परमेश्वर नहीं है. दैट इज द फर्स्ट रीजन. समझ में आ रहा है आप लोगों? सेकंड रीजन क्या है मालूम है? उधर ही देखें. जो तुमने उसके नाम के लिए किया. तो प्रभु के लोग, प्रभु के पास्टर्स लोगों को, प्रभु के दासों को, दासियों को, कोई भी होने दो, उनको मदद क्यों किया मालूम है? लोगों का ताली मिलने के लिए नहीं किया, बल्कि ये लोग ने क्यों मदद किया? प्रभु के नाम के लिए, बिकॉज ऑफ द लॉर्ड. पास्टर को अगर 100 धर्म दे रहा है तो किसके लिए दे रहा है? परमेश्वर को नहीं, परमेश्वर को नहीं चाहिए, परमेश्वर के नाम के लिए.
परमेश्वर के नाम को महिमा लेके आना चाहते, परमेश्वर के नाम को बढ़ाना चाहते, परमेश्वर के नाम को वो प्रेम करते, दे लव गॉड। मेरे प्रियो, मेरा मेरा और आप लोग का सर्विंग का मूल फाउंडेशन क्या है मालूम है? वी लव गॉड, वी लव गॉड, दैट्स वाई वी लव പീപ്പിൾ ആൻഡ് സെർവ് പീപ്പിൾ. ദൈവത്തിനോടുള്ള സ്നേഹമായിരിക്കണം വ്യക്തികളോട് നാം ചെയ്യുന്ന ശുശ്രൂഷ. നമ്മുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനം എവിടെ ആയിരിക്കണം എന്നറിയാമോ? ദൈവസ്നേഹമായിരിക്കണം. അല്ലാതെ മനുഷ്യനെ സ്നേഹിച്ചുകൊണ്ട് ഞാനങ്ങ് ചെയ്യും, അതല്ല. അടിസ്ഥാനം ദൈവസ്നേഹം. ദൈവത്തിൻ്റെ നാമത്തെ ഇവർ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ദൈവദാസന്മാരെയും ദൈവമക്കളെ ഇവർ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്തത്. ദൈവസ്നേഹത്തിലാണ് നമ്മുടെ ശുശ്രൂഷ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും മടുത്തു പോകത്തില്ല. കാരണം എവിടെ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്? ദൈവസ്നേഹത്തിൽ. അഗർ हमारा सर्विंग, सब लोग प्लीज इसे ध्यान से सुनना और इसे हो सके तो आपके नोटबुक पे लिखना. हमारा सर्विंग, हमारा जो सेवा है परमेश्वर के प्रेम में अगर फाउंडेड है तो हमारा सेवकाई लोगों के प्रति प्रेम से होगा. हम परमेश्वर के प्रेम के कारण लोगों की सेवकाई करने में हम लोग तक नहीं जाएंगे. हम लोग हमेशा रेडी होंगे सेवकाई करने के लिए. क्यों? परमेश्वर के प्रेम के कारण. जिस दिन परमेश्वर का प्रेम हमारे अंदर से गया है ना, देखना आप, सेवकाई भी नाम के लिए होगा. ദൈവസ്നേഹം എന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകുമോ അന്ന് വേലയൊക്കെ നടക്കും. പക്ഷേ ആ വേലയിൽ എന്തില്ലെന്നറിയാമോ? ജനത്തോട് സ്നേഹം കാണത്തില്ല. പ്രസംഗിക്കാം, പഠിപ്പിക്കാം, ചർച്ചും പോകും, പക്ഷെ ദൈവസ്നേഹമല്ലായിരിക്കും ആ പ്രസംഗത്തിലും ഉപദേശത്തിലും കാണാൻ കഴിയുന്നത്. ആ മനുഷ്യൻ പ്രസംഗിക്കുമ്പോൾ അറിയാം എന്ത് തീവ്രതയോട് ഇത് പ്രസംഗിക്കുന്നു, എന്താ ഇതിൻ്റെ കാരണം. അത് ദൈവസ്നേഹമാണ് എന്ന് ജനത്തിനും ബോധ്യമാകും. അങ്ങനെ അവർ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരും. അപ്പം ദൈവസ്നേഹത്തിലായിരിക്കണം നമ്മുടെ ശുശ്രൂഷ അടിസ്ഥാനപ്പെട്ടിരിക്കേണ്ടത്. അവർ സർവീസ് ഷുഡ് ബി ഫൗണ്ടഡ് ഇൻ ഗോഡ്സ് ലവ്. सो देयर लव, इनका प्रेम जरा देखिए, वर्टिकल है. और वर्टिकल प्रेम किधर दिखता है मालूम है? लव इन एक्शन. लव इन एक्शन. वो वर्टिकल प्रेम लव इन एक्शन. देखो 10 में, जो तुमने उसके नाम के लिए इस रीति से दिखाया, परमेश्वर के नाम के लिए, कि पवित्र लोगों की सेवा की, पास्ट टेंस, भूतकाल, और कर भी रहे हो, प्रेजेंट टेंस. एक बार करके ओह मैं थक गया, बार बार क्यों? ऐसा नहीं. They are continuing to do because they honor, they magnify, they love the name of the Lord. ദൈവസ്നേഹം കാരണം അവർ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും. Let me tell you, God will not forget. मनुष्य मर गए, लोग भूल जाएंगे. लोगों ने हमारे लिए किया, हमने लोगों के लिए किया. People will not remember. Sometimes people are not thankful at all. അവർ നന്ദി കെട്ടവരായിരിക്കും, മറന്നു പോകുന്നവരായിരിക്കും. But one day God will reward your service. No matter people forget it, because you did not do for people, you did for the name of the Lord. प्रभु के नाम के लिए किया है, ദൈവനാമത്തിന് വേണ്ടിയല്ല ചെയ്തേ. മനുഷ്യർ മറന്നാലും ദൈവം ഒരിക്കലും മറക്കുവാൻ അനീതിയുള്ള ദൈവമല്ല. They don't forget. Praise the Lord. Right now I remember many people in our church. I don't want to take names. എനിക്ക് പേരുകൾ എടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഡാഡി തീരെ വയ്യാതെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് കൊണ്ട് ബില്ലടക്കുകയും എൻ്റെ മമ്മിയുടെ കൊണ്ട് പൈസ കൊടുക്കുകയും പൈസ നാട്ടിലോട്ട് അയച്ചു കൊടുക്കുകയും, we sometimes we think and we thank God and it's fill our heart. ഞങ്ങളുടെ കണ്ണും നിറഞ്ഞു പോകും.
അവർ ചെയ്തത് ലോകം അറിയത്തില്ലായിരിക്കും. ഉन्होंने किया वो बात दुनिया नहीं जानते होंगे. There is a reward. അതിന് പ്രതിഫലം ദൈവം കൊടുക്കും. അത് മറന്നു കളയുന്ന അനീതിയുള്ള ദൈവമല്ല. वो भूलने वाला परमेश्वर नहीं है. He does not forget. सो ये पास्टर को विश्वासियों के ऊपर भरोसा क्यों है? बिकॉज गॉड इज नॉट अनजस्ट. नंबर 2, they service their service because of the name of the Lord. എന്തുകൊണ്ടാണ് ഈ ദേവദാസിന് ഈ വ്യക്തികളോട് ഉറപ്പ്? ദൈവം അനീതിയുള്ള ദൈവമല്ല. 2, ഇവർ ചെയ്യുന്ന ശുശ്രൂഷ ദൈവസ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. Let me ask you, each and every brothers and sisters, is your service founded in God's love? क्या आपका सर्विस प्रभु के प्रेम में है क्या? वो उसका फाउंडेशन. अगर आप फोन उठा के किसी को कॉल कर रहे हैं, सिस्टर आपका तबीयत कैसा है, वाई आर यू आस्किंग दैट? क्यों पूछ रहे हैं? എന്തുകൊണ്ടാ ഫോൺ എടുത്ത് ചോദിക്കുന്നത്, സിസ്റ്റർ എങ്ങനെയുണ്ട് ആരോഗ്യം? इसलिए पूछ रहे क्या? नहीं पूछेगा तो सिस्टर क्या सोचेगी? ചോദിച്ചില്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും? Or is it because you love God for the name of the Lord? ദൈവനാമ നിമിത്തം. What is the foundation of our service? ഞാൻ എന്നോട് തന്നെ ചോദിക്കും. मैं अपने आप से पूछता हूँ, ഞാൻ എന്തിനാ ഈ പ്രസംഗിക്കുന്നത്? मैं ये क्यों सिखा रहा हूँ? Why I am preaching? मैं किसी को गाड़ी में ड्रॉप कर रहा हूँ, क्यों मैं कर रहा हूँ? हम लोग चर्च ऐसे पूछ रहे हैं, लव इन एक्शन एवरी मंथ हम लोग कर रहे हैं. എല്ലാ മാസം ലവ് ഇൻ ആക്ഷൻ ചെയ്യുന്നു. വി ആർ സപ്പോർട്ടിങ് പാസ്റ്റേഴ്സ് ഇൻ നോർത്ത് ഇന്ത്യ, ഇൻ ഇന്ത്യ ആൻഡ് മെനി അതേഴ്സ്. വൈ ആർ വി ഡൂയിങ്? എന്തുകൊണ്ടാണ് ചെയ്യുന്നത്? വൈ? വാട്ട് ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് ദറ്റ് സർവീസ്? വർട്ടിക്കൽ ആയിരിക്കണം എപ്പോഴും. ഹമേഷ വർട്ടിക്കൽ होना चाहिए. ഫോർ ദ നെയിം ഓഫ് ദ ലോർഡ്. 50 രൂപ കൊടുത്താലും ഫോർ ദ നെയിം ഓഫ് ദ ലോർഡ്. 50 रुपया देगा तो भी परमेश्वर के नाम के प्रति है. उसका प्रतिफल देख के नहीं, അതിൻ്റെ പ്രതിഫലം കണ്ടിട്ടല്ല. बिकॉज वी लव द नेम ऑफ द लॉर्ड. परमेश्वर के नाम को प्रेम करके हम लोग कर रहे हैं. इज दिस एन एनकरेजमेंट? ഇതൊരു എൻകറേജ്മെന്റ് അല്ലേ ഇത് മക്കൾക്ക്? ഇറ്റ്സ് എൻ എൻകറേജ്മെന്റ്. ये faith, their genuine faith, we can see. 11 verses, 11ാമത്തെ വാക്യം. ठीक है, 11 जरा पढ़ी. पर हम बहुत चाहते हैं कि तुम में से हर एक जन अंत तक पूरी आशा के लिए ऐसा ही प्रयत्न करता रहे. इसके लिए हम लोग ऐसा बात करते हैं. आप लोग का एनकरेजमेंट भी इसके लिए करते हैं, आप लोग को वार्निंग भी इसके लिए देते हैं. क्या है मकसद? क्या है हमारा? हमारा मकसद ये है कि अंत तक यू विल बी डिलीजेंट. वो वर्ड लिख के लेना हिंदी में, डिलीजेंट, प्रोत्साहित, परिश्रम करना. प्रोत्साहित नहीं, परिश्रम करना. परिश्रम. जैसा तुम औरों की सेवकाई के लिए जिस दिन से विश्वास में आए अभी तक आप लोग परिश्रम कर रहे हैं, उसी तरह आपके विश्वास के लिए भी आप क्या करना है? यू हैव टू वर्क इट आउट. उर्दू में लिखा है कोशिश. कोशिश. तो कोशिश में क्या होता है? एक्शन है ना, लेजी नहीं है. यू हैव टू work out your salvation. മലയാളത്തിൽ ഒന്ന് വായിച്ചേട്ടെ, 11ാമത്തെ വാക്യം. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അവസാനം വരെ നിങ്ങൾ എന്ത് ചെയ്യണം? ഉത്സാഹം കാണിക്കണം. ഉത്സാഹത്തിന് മടുപ്പ് വരരുത്. അതായത് വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിൻ്റെ ഉത്സാഹം നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ, ആ ഉത്സാഹം നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിൻ്റെ ഓട്ടത്തിലും ഉത്സാഹം ഉള്ളവരായി ഓടണം. 100 മീറ്റർ ഓടാനേ ഭയങ്കര ഉത്സാഹം നമുക്ക് ഇല്ലേ? കാരണം കുറച്ച് ദൂരമേ ഉള്ളൂ.
എന്നാൽ നമുക്കറിയാം ക്രിസ്തീയ ഓട്ടം 100 മീറ്റർ അല്ല, ഇതങ്ങ് കിലോമീറ്റർ കിടക്കുക. അപ്പോൾ ഉത്സാഹം പോകും. എത്രയോ തവണ എനിക്ക് പലപ്പോഴും ഉത്സാഹം പോയിട്ടുണ്ട്. ബൈബിൾ വായിക്കാൻ ഉത്സാഹം വരുന്നില്ല, പ്രാർത്ഥിക്കാൻ ഉത്സാഹം വരുന്നില്ല, ശുശ്രൂഷിക്കാൻ ഉത്സാഹം വരുന്നില്ല, പ്രസംഗിക്കാൻ ഉത്സാഹം വരുന്നില്ല. ഉത്സാഹം വരാത്ത അനേക സമയങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അങ്ങനെ വരാറുണ്ട്. കുഴഞ്ഞു പോകുന്ന അനുഭവം വരാറുണ്ട്, കൈയും കാലും തളർന്നു പോകുന്ന അനുഭവം വരാറുണ്ട്. അപ്പോഴെല്ലാം ഓടുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതേ തിരുവചനം എഴുതിയ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടെ അങ്ങ് നമ്മളെ ഉത്സാഹിപ്പിക്കും. തിരുവചനം അങ്ങോട്ട് എടുത്ത് നമ്മളെ ഒന്നുകൂടെ ബലപ്പെടുത്തും. തിരുവചനം എടുത്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കും, നമ്മളെ ആശ്വസിപ്പിക്കും. തിരുവചനം എടുത്ത് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കും. തിരുവചനം എടുത്ത് നമ്മളെ ശാസിക്കും. അപ്പോൾ കുഴഞ്ഞ കൈയും കുഴഞ്ഞ കാലും ഒക്കെ ഒന്ന് നിവർത്തി ആ ഉത്സാഹം, മടുപ്പ് വന്ന ഉത്സാഹം ഒന്നുകൂടെ ഉത്സാഹപ്പെട്ട് ഈ ഓട്ടം ഓടും. പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ കൂടെ ചെയ്യുന്ന പ്രവൃത്തിക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. मेरे जीवन में भी बहुत दफा जो है वो जो दौड़ने का वो जो होता है ना फायर, वो कम होता हुआ अनुभव मैंने पाया है. बाइबल पढ़ने के लिए इंटरेस्ट नहीं है, प्रेयर करने के लिए इंटरेस्ट नहीं है, प्रचार करने के लिए इंटरेस्ट नहीं. इट हैज हैपेंड टू मी, इट हैज हैपेंड इन माय लाइफ मेनी टाइम्स. लेकिन उस सब के टाइम पर क्या करता है मालूम है पवित्र आत्मा? थोड़ा टाइम के बाद अंदर बेचैनी से हो जाता है, थोड़ा टाइम के बाद डिस्टर्ब हो जाते हैं. डिस्टर्ब कौन लेके आ रहा है? पवित्र आत्मा लेके आता है. पवित्र आत्मा परमेश्वर के वचन से सलाह देता है, परमेश्वर के वचन से इल्जाम लगाता है, परमेश्वर के वचन से प्रोत्साहित करता है. एंड वॉट एवर आई एम प्रीचिंग टू यू टुडे, मेरे अंदर से गया हुआ बात है सब. मेरे अंदर से आया हुआ बात मैं आप लोगों को प्रचार कर रहा हूं. ഞാൻ എന്താ ഈ പ്രസംഗിക്കുന്നത് അറിയാമോ? എൻ്റെ അകത്തൂന്ന് നടന്ന വിഷയങ്ങളായി എൻ്റെ വായിക്കൂടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഉത്സാഹം മടിപ്പുള്ളവരായിരുന്നപ്പോൾ എബ്രായ ലേഖനം വായിക്കുകയും എബ്രായ ലേഖനം പഠിക്കുകയും ചെയ്യുമ്പോൾ ഉത്സാഹം തിരുവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് കൊണ്ടുവരിക. ജീവനുള്ള ദൈവത്തിൻ്റെ വചനം നമ്മളെ ഉത്സാഹം കൊണ്ടുവരും. ഉത്സാഹത്തിന് മടുപ്പില്ലാത്തവരായി നിങ്ങൾ ഈ ഓട്ടം ഓടണം. എന്നിട്ട് നോക്കിക്കേ, പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാനും അവസാനത്തോളം ഒരുപോലെ എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ വരുന്ന ഒരാൾ പോലും എല്ലാവരും ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഒരു കുഞ്ഞുപോലും ഇല്ലാത്തവരായിരിക്കരുത്. എല്ലാ ദൈവമക്കളും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രബോധിപ്പിക്കുകയും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് വിശ്വാസ വാക്കുകൾ പറഞ്ഞു തമ്മിൽ പ്രാർത്ഥിക്കുകയും തമ്മിൽ ഓരോരുത്തരും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് നമ്മൾ ഉത്സാഹത്തിന് മടുപ്പില്ലാത്തവരായി ജീവിക്കണം എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. देखिए, पर हम बहुत चाहते हैं कि तुम में से हर एक जन, मतलब एक भी व्यक्ति ऐसा नहीं होना चाहिए कि सुस्त हो गया. देखो, पास्टर का ख्वाहिश देखे हर एक जन. मैं जब भी संडे चर्च में आता हूं, मैं सीट के हिसाब से देखता हूं. सब लोग എല്ലാവരും ഇരിക്കുന്ന ഓരോ ചെയർ ഉണ്ടല്ലോ, എനിക്കറിയാം. സബ് ലോഗ് बैठने का एक ചെയർ है. എല്ലാവരും ഇരിക്കുന്ന ഒരു ചെയർ ഉണ്ട്. ആ ചെയർ അനുസരിച്ചാണ് നിങ്ങളുടെ എല്ലാവരും ഇരിക്കുക. അപ്പം ഞാൻ ആ ചെയർ കാലിയാണെങ്കിൽ എനിക്കറിയാം, ഷീന ചേച്ചി വന്നില്ല, ഷീന സിസ്റ്റർ നീ ആയ. वो चेयर में रिफर सिस्टर बैठता है, रिफर सिस्टर नहीं आया. बीच का चेयर है डेसी आंटी बैठने का चेयर, डेसी आंटी വന്നില്ല. സ്മിത സിസ്റ്ററും ഇരിക്കുന്ന ചെയറുണ്ട്, വന്നില്ല. ജസ്റ്റിംബർ ഇരിക്കുന്ന ഒരു ചെയറുണ്ട്. ചെയർ के हिसाब से मुझे समझ में आता है. ഒരാൾ മിസ് ചെയ്താൽ എനിക്കറിയാം മിസ് ആ ആള് വന്നില്ല. कोई नहीं आया करके मुझे मालूम. എന്താ അതിന് കാരണം? ഇന്ന് വന്നില്ലല്ലോ, അങ്ങനല്ല. ഒരാൾ പോലും മിസ്സാകരുത്. एक व्यक्ति भी मिस नहीं होना चाहिए. Everyone is important. Every child is important. Every brother is important. Every sister is important. हर एक जन अंत तक पूरी आशा के लिए ऐसे ही प्रयत्न करते रहे जैसे तुम सेवकाई कर रहे आ रहे ना. डोंट गेट स्लगिश. इसलिए मैं वार्न कर रहा हूं. इसके लिए मैं तुम्हें थोड़ा हिला दिया ताकि अंत तक तुम लोग क्या रहे, यू विल
वो प्रयत्न करते रहे, काम करते रहे. स्पिरिचुअल लाइफ इज नॉट പാസീവ്, ഇറ്റ് ഇസ് ആക്റ്റീവ്. ആത്മീക ജീവിതം പാസീവ് അല്ല, ആക്റ്റീവാണ്. ആക്റ്റീവാണ്. അപ്പം എന്താ ഇതിൻ്റെ അർത്ഥം? ഇസ്കാ മത്ലബ് ക്യാ ഹെ? വൈ ദിസ് പാസ്റ്റർ ഇസ് കോൺഫിഡൻസ്? ഈ ദേവദാസൻ എന്തുകൊണ്ടാണ് ഈ കോൺഫിഡൻസ്? എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം. എന്താണ് ഈ പ്രത്യാശ? देखिए, पर हम चाहते हैं कि तुम हर एक जन अंत तक पूरी आशा के लिए, पूरी आशा, कौन सी आशा? ये प्रभु के लोगों को क्या आशा है? ഈ ദൈവമക്കൾക്കുള്ള പ്രത്യാശ എന്താ? 4:16 जरा पढ़े, 4:16 വായിച്ചേ. ഈ ദൈവമക്കളുടെ പ്രത്യാശ എന്താ? 4:16 जरा पढ़े, हिंदी और मलयालम में पढ़ेंगे. इसलिए आओ हम अनुग्रह के सिंहासन के निकट हियाव बांधकर चलें कि हम पर दया हो और वह अनुग्रह पाएं जो आवश्यकता के समय हमारी सहायता करे. तो हमारा आशा क्या है? We can go before God's throne anytime. നമ്മുടെ പ്രത്യാശ എന്താ? വായിച്ചേ, മലയാളത്തിൽ നിന്ന് വായിച്ചേ, 4:16. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്തെ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ഈ പ്രത്യാശ നമുക്ക് എങ്ങനെ കിട്ടി? ക്രിസ്തുവേശുവിൽ കൂടെ കിട്ടിയ പ്രത്യാശയില്ലേ? എന്തുവാ ഈ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ രാജാവിൻ്റെ അടുക്ക്, ആ പുള്ളിയുടെ അടുക്ക് ചെന്ന് നിൽക്കാൻ നമുക്ക് എപ്പോഴെങ്കിലും പറ്റുമോ? സ്വപ്നത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച നമ്മുടെ രക്ഷിതാവ്, നമ്മുടെ കർത്താവിൻ്റെ സിംഹാസനത്തിൻ്റെ, കൃപയുടെ സിംഹാസനത്തിൻ്റെ അടുക്കൽ ഒരു വിശ്വാസിക്ക് ഏത് സമയം ചെല്ലാം. എന്തോ പ്രത്യാശയാ. हम लोग जो रहता हुआ इस देश का राजा के सामने कितने लोग कभी भी उठ के जा सकते? कल सुबह मैं जा रहा हूं उसको मिलने के लिए, नहीं जा सकते, सपना भी नहीं देखो. लेकिन इस दुनिया को बनाने वाला हमारा उद्धार करता, हमारा चरवा परमेश्वर के उस कृपा के सिंहासन के पास एक बिलीवर को एनी टाइम जा सकता है. ये होप कैसा मिला? यीशु मसीह की वजह से मिला. नेक्स्ट 10:19, 10:19. 10:19. इसलिए हे भाइयों, जब हमें यीशु के लहू के द्वारा उस नए और जीवते मार्ग से पवित्र स्थान में प्रवेश करने का हियाव हो गया है. हमको कॉन्फिडेंस मिल गया. किधर? पर्दे के आगे जाने का कॉन्फिडेंस. पहले था हमको ये कॉन्फिडेंस. पर्दे के आगे तो साल में एक बार सरदार काइन, चीफ प्रीस्ट जा सकता था, एक ही टाइम साल में एक बार. लेकिन ब्रदर्स एंड सिस्टर्स लोगों को उस मोस्ट होली प्लेस में जाने का कॉन्फिडेंस, मतलब परमेश्वर के प्रेजेंस में जाने का कॉन्फिडेंस, दैट इज अवर होप. 10:19 വായിച്ചട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി. കണ്ടോ? തൻ്റെ ശരീരത്തിൽ കൂടി, ആ തിരശ്ശീലയ്ക്കപ്പുറത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ദൈവമക്കൾക്ക് ചെല്ലാൻ കഴിയുന്ന പ്രത്യാശ നമുക്ക് ലഭിച്ചു. വർഷത്തിൽ ഒരു വട്ടം മാത്രം മഹാപുരോഹിതന് ചെല്ലാൻ കഴിയുന്ന സ്ഥലത്ത് പുതിയ നിയമത്തിലെ ദൈവമക്കൾക്ക് ആ തിരശ്ശീലയ്ക്കപ്പുറം എപ്പോൾ വേണമെങ്കിലും പോവാമെന്ന് ദൈവ സാന്നിധ്യത്തിൽ. എന്താ കാരണം അറിയാമോ? തിരശ്ശീലയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരം നമുക്ക് വേണ്ടി അവിടെ തകർക്കപ്പെട്ടത് കൊണ്ട് പുതിയ മാർഗം നമുക്ക് വേണ്ടി തുറന്നു. എന്തോ പ്രത്യാശ ദൈവമക്കളെ. मेरे और आपके लिए उस कर्टन जो यीशु मसीह का बदन को दिखाता है, कालवरी सूली पर ऊपर से लेके नीचे तक यीशु मसीह का बदन फट गया. वो पर्दा फटकर उसके पार जा सकते हैं, गॉड्स प्रेजेंस के पास जा सकते हैं. ये नया मार्ग यीशु मसीह ने खोल कर दिया. 10:22, 10:22. तो आओ हम सच्चे मन और पूरे विश्वास के साथ और विवेक का दोष दूर करने के लिए हृदय पर छिड़काव लेकर और देह को शुद्ध जल से धुलवाकर परमेश्वर के समीप जाएं. हृदय को छिड़काव किया. हृदय को क्या किया? हृदय के अंदर परमेश्वर ने यीशु मसीह के लहू को छिड़का.
एक यहाँ पर करेक्शन करता हूँ। प्रार्थना करने के टाइम हम लोग कभी भी ये नहीं प्रार्थना करना है, यीशु मसीह तेरा लहू को मैं बच्चे का मैथ बुक में छिड़कता हूँ, मेरा पति का गाड़ी में छिड़कता हूँ, घर के ऊपर छिड़कता हूँ। यीशु का लहू छिड़कने के लिए हमको किसी ने अधिकार नहीं दिया है। हम लोग ये छिड़कने का ये किधर से लिया मुझे नहीं पता। ओल्ड टेस्टमेंट में मूसा ने डोर पोस्ट में छिड़काया था, यीशु का लहू नहीं था, मेमने का लहू था, जानवर का लहू था। न्यू टेस्टमेंट में यीशु का लहू छिड़कने के लिए हमको किसने अधिकार दिया? ओल्ड टेस्टमेंट में ब्लड को लेकर एक ही बंदा जा सकता, तो वो हाई प्रीस्ट था। तो न्यू टेस्टमेंट में भी ब्लड को लेने के लिए एक ही व्यक्ति को अधिकार है, वो यीशु मसीह हाई प्रीस्ट। और वो किधर छिड़कता है? बच्चे का बुक में नहीं, पति का गाड़ी में नहीं, घर में नहीं, हमारे हृदयों पर। किसके लिए? हमारा हृदय साफ होने के लिए हृदय पर यीशु का लहू छिड़कता है। വാട്ട് എ കോൺഫിഡൻസ്, വാട്ട് എ ഹോപ്പ്. ഇനി മലയാളത്തിലൊന്ന് വായിച്ചേ. ഈ മുദ്ര വെച്ചുള്ള പ്രാർത്ഥനയും ഈ രക്തം മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ അത് വേദപുസ്തക അടിസ്ഥാന പ്രകാരമല്ല. നോക്കിക്കേ 22-ാമത്തെ വാക്യം. നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോട് അടുത്തു ചെല്ലുക. അപ്പൊ യേശുവിന്റെ രക്തം എവിടെ തളിക്കപ്പെട്ടത്? ഹൃദയത്തിൽ. അല്ലാതെ കൊച്ചിന് പാടുള്ള പുസ്തകത്തിലല്ല യേശുവിൻ്റെ രക്തം തളിക്കേണ്ട. കർത്താവ് എൻ്റെ കൊച്ചിൻ്റെ പുസ്തകത്തിലോട്ട് തളിക്കുന്നു, എൻ്റെ ഭർത്താവിൻ്റെ വണ്ടിയിലോട്ട് തളിക്കുന്നു, വീടിന് ചുറ്റിനും തളിക്കുന്നു. ഇതൊക്കെ എവിടുന്ന് പഠിച്ചെന്ന് എനിക്കറിയത്തില്ല. ഇത് പഴയ നിയമത്തിൽ മോശ തളിച്ചായിരുന്നു, പക്ഷേ അത് യേശുവിൻ്റെ രക്തമല്ലായിരുന്നു, ഒരു മൃഗത്തിൻ്റെ രക്തമാണ് തളിച്ചത്. പുതിയ നിയമത്തിൽ വരുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, പഴയ നിയമത്തിൽ രക്തമെടുക്കാൻ മഹാപുരോഹിതന് മാത്രമേ അധികാരമുള്ളായിരുന്നു. അപ്പോൾ പുതിയ നിയമത്തിലും യേശുവിൻ്റെ രക്തം എടുത്ത് കുഞ്ഞിൻ്റെ പുസ്തകത്തിലും ഭർത്താവിൻ്റെ വണ്ടിയിലൊക്കെ തെളിക്കാൻ നമുക്ക് അധികാരം തന്നു? യേശുവിന് മാത്രമേ ഉള്ളൂ ആ രക്തം എടുക്കാൻ അധികാരം. ആ രക്തം എടുത്ത് എവിടാ തളിക്കുന്നത്? വസ്തുക്കളിലല്ല ആ രക്തം തളിക്കുന്നത്, നമ്മുടെ ഹൃദയത്തിലാ തളിക്കുന്നത്. അതുകൊണ്ട് രക്തം ജയം എന്നുള്ള പ്രാർത്ഥനയും രക്തം തളിച്ചുള്ള പ്രാർത്ഥനയും എല്ലാം നീക്കി വെച്ചിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം: യേശുവേ, അവിടുത്തെ രക്തം എൻ്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് തളിക്കണേ. എനിക്ക് അധികാരമില്ല അവിടുത്തെ രക്തം എടുത്ത് തളിക്കാൻ. इसलिए हम लोग प्रार्थना करना चाहिए, प्रभु जी आपका लहू उधर इधर छिड़कने के लिए नहीं, मैं नहीं चाहता, आप अपने लहू को मेरा हृदय को शुद्ध करने के लिए, मेरे हृदय को साफ करने के लिए मेरे हृदय में आप छिड़कना. इसका मतलब उद्धार देना, इसका मतलब मुझे नजात देना है. എന്നെ രക്ഷിക്കണമെന്നാ, എന്നെ രക്ഷപ്പെടുത്തണമെന്നാ, അവിടുത്തെ രക്തത്താൽ എന്നെ കഴുകണമെന്നാണ് എൻ്റെ അർത്ഥം. അല്ലാതെ രക്തമെടുത്ത് നമുക്ക് ചെയ്യാൻ ഒരു अधिकारമില്ല. इसलिए लहू लेकर हम लोग को करने के लिए कोई अधिकार नहीं. तो इसके लिए कॉन्फिडेंस देके, हमारा होप देके, നമ്മുടെ പ്രത്യാശ നോക്കിക്കേ, ഹൃദയത്തിൽ ദൈവത്തിൻ്റെ രക്തം തളിക്കപ്പെട്ടവരാണ്. ഹൃദയ के अंदर यीशु मसीह का लहू को छिड़के हुए लोग हैं. That's why we have a good conscience to go before God, to go before the Lord. ഇനി നമ്മുടെ പ്രത്യാശ എന്താ? ആകെ मेरे और आप लोगों का hope क्या है? What is our hope? Come to chapter 11, verses 9 and 10. 9, 10. 11 का 9 and 10. विश्वास ही से उसने प्रतिज्ञा किए हुए देश में, पराए देश में परदेशी के समान रहकर इसहाक और याकूब समेत जो उसके साथ उसी प्रतिज्ञा के वारिस थे, तंबुओं में वास किया. तंबुओं में वास किया. तंबू में क्यों वास किया? अरे प्रतिज्ञा में मिला हुआ जगह है ना. हम लोग को कोई परमेश्वर ने प्रतिज्ञा किया हुआ जगह मिले तो तंबू में वास करेंगे कि सीमेंट वाला घर बनाएगा? मजबूत वाला घर बनाएगा ना. लेकिन अब्राहम ने तंबू में वास किया, क्योंकि उसको एक बात पता है, कल परमेश्वर बोलेगा इधर से उठ के जाने के लिए बोले तो तंबू मतलब वो 3-4 किलो में उठा के जा सकता है. तंबुओं में वास किया, केमों में वास किया. क्यों? 10 में लिखा है, रीजन लिखा है 10 में. क्या रीजन? क्योंकि वह उस स्थिर नींव वाले नगर की बाट जोता था जिसका रचने वाला और बनाने वाला परमेश्वर है. रीजन क्या मालूम है? तंबुओं में क्यों रहता था? स्थिर वाला एक घर.
जिसका बनाने वाला परमेश्वर है उसका बाट जोता था। तो प्रभु के लोगों का होप क्या है मालूम है? इधर एक स्थिरताई जगह नहीं है। इधर मैं और आप लोग तंबुओं में रह रहे हैं। नहीं पास्टर जी, हम लोग अच्छा बिल्डिंग में रह रहे हैं, तंबू है वो। नहीं पास्टर जी, अच्छा गाड़ी चल रहा है, तंबू है। सब तंबू है, ये निकल जाएगा। हमेशा का एक घर जिसका फाउंडेशन प्रभु करता है, वो घर के लिए मैं और आप लोग इंतजार करके जा रहे हैं। മലയാളം में मैं बोलूंगा, മലയാളത്തിൽ ഞാൻ പറയാം. 13 का 14 जरा देखे, 13 का 14, 13 verses 14. क्योंकि यहाँ हमारा कोई स्थायी नगर नहीं, हाँ वरन हम एक आने वाले नगर की खोज में हैं। हाँ, यहां पर कोई स्थायी नगर नहीं, हम लोग एक स्थायी नगर की खोज में हैं जो ऊपर से आने आए। समझ में आ रहा है? ये है हमारा होप। तो दो दो तरीके से समझना। नंबर 1, एक बिलीवर का होप क्या है? वो हमेशा कोई भी समय परमेश्वर के प्रेजेंस में जा सकता है। कितने लोगों को विश्वास है? प्रेज़ द लॉर्ड, जा सकता है ना? उसके लिए पास्टर का मदद कुछ नहीं चाहिए। हाँ? इसके लिए कोई किसी का मदद नहीं चाहिए, आप खुद जा सकते हैं। प्लीज, आप खुद जा सकते हैं, कोई किसी का मदद नहीं चाहिए। ये है सबसे पहला। उसके बाद हमने क्या देखा? हमें यहां पर स्थायी एक घर नहीं, स्थायी एक घर का बिल्डर परमेश्वर है, वो बना रहा है, उसकी खोज में। तो दो है, आज इधर परमेश्वर के प्रेजेंस में जा सकते हैं, कल मरने के बाद या यीशु के आने के टाइम हम लोग उस स्थायी घर में जाएंगे। ये प्रत्याशा के लिए, ये आशा के लिए, ये उम्मीद के लिए, अंत तक आप लोग बने रहने के लिए मैं तुमको तसल्ली काली नहीं बल्कि तुम्हें सलाह भी दे रहा हूं. ഇനി മലയാളത്തിൽ നോക്കിക്കേ, 10-ാം അധ്യായം, സോറി 11-ാം അധ്യായം 9-ഉം 10-ഉം വാക്യം വായിച്ച, 11-ന്റെ 9-ഉം 10-ഉം. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തൊരു അന്യദേശത്തെന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. കർത്താവ് വാഗ്ദത്തം കൊടുത്ത സ്ഥലത്ത് എങ്ങനെ താമസിച്ചെന്നാ? കൂടാരം ഉണ്ടാക്കി താമസിച്ചത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമുക്ക് ഏതെങ്കിലും ഒരു ഒരു വലിയ ഭൂമിയൊന്നും വേണ്ട, ഒരു 2 സെന്റ് ഒരു വാഗ്ദത്തമായി കിട്ടിക്കഴിഞ്ഞാൽ കൂടാരം പണിയോ അതോ നല്ല അടിസ്ഥാനം ഇട്ട് വീട് പണിയോ? കർത്താവ് വാഗ്ദത്തം കൊടുത്ത ദേശത്ത് കൂടാരങ്ങളിൽ പാർത്തുന്ന്. അയ്യോ, അതെന്താ പറ്റി അബ്രഹാമേ? കാരണം അബ്രഹാമിനൊരു കാര്യം അറിയാം, കൂടാരം പൊളിക്കാൻ പറഞ്ഞാൽ ഈ 4-5 കമ്പി അങ്ങോട്ട് പൊക്കി അങ്ങോട്ട് പോയാൽ മതി. എന്താ കാരണം എന്നറിയോ? 10-ാമത്തെ വാക്യം പറയുക, അടിസ്ഥാനമുള്ളതും ദൈവ ശില്പിയായി പണിത നഗരത്തിന് വേണ്ടി താൻ കാത്തിരുന്നു. അയ്യോ ബ്രദറെ, ഞങ്ങള് നല്ല ബിൽഡിങ്ങിലും വീട്ടിലൊക്കെ താമസിക്കുന്ന, ഗേറ്റൊക്കെ ഉണ്ട് നാട്ടിൽ വീട്ടിൽ ഗേറ്റും കാര്യങ്ങളും വണ്ടിയൊക്കെ കാണും, പക്ഷെ അതെല്ലാം കൂടാരമാ. അതെല്ലാം വിട്ടിട്ട് പോകാൻ ഒരു ദിവസം കർത്താവ് വിളിക്കും. എല്ലാം കൂടാരമാ. നമ്മുടെ പഠിത്തം, നമ്മുടെ കൊച്ചിൻ്റെ ജോബ്, കിട്ടുന്ന പൈസ, വീട്, വണ്ടി, എല്ലാം, ഇൻഷുറൻസ്, എല്ലാം കൂടാരം. ഇതെല്ലാം വിട്ടിട്ട് പോകും. കർത്താവ് ശില്പിയായി പണിത അടിസ്ഥാനമുള്ള നഗരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രത്യാശയുള്ളവരാണ് നമ്മൾ. ഇനി 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ അടുത്തത് നോക്കിക്കേ, 13-14. ആ 13-14 വായിച്ചോ. ഇവിടെ നമുക്ക് നിൽക്കുന്ന നഗരമില്ലല്ലോ. ഇവിടെ നമുക്ക് നിൽക്കുന്ന നഗരം നിൽക്കുന്നതാണോ? നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. എനിക്ക് മലയാളം വായിക്കാൻ അറിയത്തില്ലെന്നേ ഉള്ളൂ, പക്ഷെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. ഇവിടെ നമുക്ക്, മോള് വായിച്ചു, മോള് കറക്റ്റാ വായിക്കുന്നത്, വായിച്ചു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ.
ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലെന്ന്. ഇത് ചുമ്മാതെ എഴുതിയതാണോ അത് അങ്ങനാണോ? ചുമ്മാ എഴുതിയതല്ല. ഇവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല, ഇവിടെ നിലനിൽക്കുന്ന ഒരു പണിയുമില്ല, ഇവിടെ നിലനിൽക്കുന്ന ഒന്നുമില്ല. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ. അടുത്തത് എന്താണ്? വരുവാനുള്ളത് അത്രേ നാം അന്വേഷിക്കുന്നത്. വരുവാനുള്ളത് എന്താ? നിലനിൽക്കുന്ന, അടിസ്ഥാനമുള്ളതും നിലനിൽക്കുന്നതുമായ ശില്പി ആരാ? ആ നഗരത്തിൻ്റെ ദൈവമാണ്. അതിനുവേണ്ടി കാത്തിരിക്കുന്നതാണ്. അപ്പോൾ ദൈവമക്കളുടെ പ്രത്യാശ എന്താ? രണ്ട് കാര്യം. ഒന്ന്, ഇന്ന് എനിക്ക് ദൈവത്തിൻ്റെ കൃപാസനത്തിലേക്ക്, കർത്താവിൻ്റെ സാന്നിധ്യത്തിലേക്ക് ധൈര്യത്തോടെ പോകാം. കാരണം എന്താ? ആ ആ ആ ആ വഴി, പുതുവഴി കർത്താവ് തുറന്നു തന്നിരിക്കുക. ഇതാണ് ഇന്ന് എനിക്കുള്ള പ്രത്യാശ. രണ്ട്, ഇന്ന് ഞാൻ മരിച്ചാലും, അല്ല കർത്താവ് എന്നെ വിളിച്ചാലും, കർത്താവ് വന്നാലും എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗമൊന്നുമില്ല, എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. എന്താ പ്രത്യാശ? നിലനിൽക്കുന്നതായിരിക്കുന്ന ഒരു നഗരം, കർത്താവ് ശില്പിയായി പണിത ഒരു നഗരം എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. तो देखें, लौट के आएंगे Hebrews chapter 6 verses 11. എബ്രായ ലേഖനം 6:11. पर हम बहुत चाहते हैं कि तुम में से हर एक जन अंत तक पूरी आशा के लिए. तो ये आशा क्या करके समझ में आया ना आप लोग को? दो मतलब है वहां पर. एक टुडे, सेकंड फ्यूचर. टुडे, आज का आशा, वी कैन एंटर इनटू गॉड्स प्रेजेंस एनी टाइम. एनी बिलीवर, प्लीज मैं आप लोग से आज जोड़ के बोलता हूं, कोई स्पेशल पास्टर नहीं है, कोई स्पेशल खादिम नहीं है. प्लीज ये स्पेशल प्रिंसिपल को छोड़ दो. एक सादा बिलीवर, उद्धार पाया हुआ सादा बिलीवर भी परमेश्वर के पास जा सकता है. ये मन में रखिए आप. कोई पास्टर का जरूरत नहीं है प्रभु के पास जाने के लिए. यू कैन गो बाय योर सेल्फ इफ यू आर सेव्ड. सेकेंड, हमारी उम्मीद क्या है, हमारा आशा क्या है? यीशु मसीह ने हमारे लिए एक स्थायी घर को, आज का सारा घर स्थायी नहीं है, स्थायी घर को मेरे और आपके लिए तैयार किया. ये आशा के लिए अंत तक प्रयत्न करना है. क्या प्रयत्न करना है? खुदावन को प्रेम करना है. खुदावन को प्रेम करने वाले लोग खुदावन के नाम के लिए औरों की सेवकाई भी करना है. सेवकाई काली नहीं करना है, बल्कि अपने विश्वास को अंत तक संयम के साथ, धीरज के साथ दौड़ना है. മലയാളത്തിൽ 11-ാമത്തെ വാക്ക്. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം. എന്താ ഈ പ്രത്യാശ എന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്താ? ഒന്ന്, ഇന്ന് ഒരു ദൈവ പൈതലിന് ഒരു പാസ്റ്ററിൻ്റെയോ ഒരു വ്യക്തിയുടെ സഹായമില്ലാതെ രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന് കൃപാസനത്തിലേക്ക് ചെല്ലാം. അതിനുവേണ്ടി ഒരു സ്പെഷ്യൽ ആളെ വിളിക്കണ്ട. നമ്മൾ ഈ സ്പെഷ്യൽ പരിപാടി അങ്ങ് നിർത്തണം. ഒരു സ്പെഷ്യൽ ആളെ വിളിക്കണ്ട, നിങ്ങൾക്ക് തന്നെ ചെല്ലാം. ഇതൊക്കെ നിർത്തിയിട്ടില്ലേ നമ്മൾ ഇങ്ങോട്ട് വന്നത്, ഇല്ലേ? മറിയേം ഇവരെയൊക്കെ വിളിച്ചിട്ടില്ലേ? ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ വേറെ ആൾക്കാർ കിടക്കുക, അവിടെ ഒരാൾ, ഇവിടെ ഒരാൾ, ഇവരെല്ലാം അങ്ങ് വിളിക്കുക. നമുക്ക് ഡയറക്റ്റ് ചെല്ലാൻ പറ്റത്തില്ലേ? എൻ്റെ മോള് അപ്പുറത്തെ വീട്ടുകാരോട് ചെന്നിട്ട് പറയുക, പുതിയ വർഷമാ അങ്കളെ എനിക്കൊരു ബാഗ് വാങ്ങിച്ചു തരാമെന്ന് പറയുമ്പോൾ ഞാൻ എന്തായി? അല്ല, ഞാൻ ഈ കൊച്ചിനോട് ഞാൻ എന്തോ പറയും? मेरा बेटी, मैं ये स्पेशल लोगों के बारे में हो, ये सब छोड़ के हम लोग आए ना, मरियम को और बाकी लोगों को सबको बुलाकर हम लोग पेंटिकोस्ट में आया कि कोई मीडिएटर नहीं है, हम लोग डायरेक्टली जा सकता है. मेरा बेटी बाजू का घर में जाकर वो अंकल को बोल रहा है, अंकल एक बैग मुझे लेके दो, नया साल आ गए करके बोलेगा तो मुझे कैसा लगेगा? मेरा बेटी मेरे पास डायरेक्ट आ सकता है. എൻ്റെ മോൾക്ക് എൻ്റെ അടുക്കൽ ഡയറക്റ്റ് വരാം. ഇതാദ്യം നമ്മുടെ തല കയറട്ടെ. എനിക്ക് ഡയറക്റ്റ് ദൈവസന്നിധിയിൽ ചെല്ലാം. ഞാൻ രക്ഷിക്കപ്പെട്ട, കർത്താവ് എന്നെ കരുതുന്നു, ഞാൻ കർത്താവിന് പ്രിയമുള്ളവളാണ്. മേ പരമേശ്വർക്ക് പ്രിയ ഹേ, ഐ എം ബിലോവഡ് ടു ഗോഡ്, ഐ ക്യാൻ ഗോ ഡയറക്റ്റ്ലി. പാസ്റ്ററിനോട് പറയുക, പാസ്റ്ററെ എനിക്കൊന്ന് പ്രാർത്ഥിക്കണം, മേരലി പ്രാർത്ഥന കരണം. എനിക്ക്
ഒരു ഒരാഴ്ചയ്ക്ക് മുമ്പ് നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതിന് 2 ദിവസം മുമ്പ് ഓസ്ട്രേലിയയിൽ മെൽബണിൽ അടുത്ത വർഷം 3 വർഷത്തേക്ക് അവിടുത്തെ ചർച്ചിൽ ചെല്ലാമോ എന്ന് എനിക്ക് ഇൻവിറ്റേഷൻ വന്നു. 3 വർഷം അവിടെ ചെന്ന് ശുശ്രൂഷിക്കണം. അപ്പം ഞാനിത് കേട്ടപ്പോൾ തന്നെ എനിക്കൊരു മനസ്സില്ല പോകാൻ. പക്ഷെ എന്നാലും അത് കേട്ടപ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയതാണോ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ അടുത്ത് ഉള്ള മമ്മിയോടും അമ്മച്ചിയോടും പിന്നെ എൻ്റെ ഭാര്യയോടും ഒക്കെ ഡിസ്കസ് ചെയ്തപ്പം എൻ്റെ വൈഫും എന്നോട് പറഞ്ഞു, ഇപ്പോൾ ആ സമയം ആയില്ല, എനിക്ക് തന്നെ വന്ന കാര്യം ആയില്ല. അപ്പോൾ ഇതെൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാനത് മറുപടി പറയാം എന്ന് എന്നെ ഇങ്ങോട്ട് വിളിച്ച ആ ദൈവദാസനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് വെച്ചു. ഞാൻ ഇത് കഴിഞ്ഞിട്ട് എനിക്കപ്പോൾ ഓൾറെഡി കൺഫർമേഷനായി, എനിക്ക് മനസ്സിൽ ഓൾറെഡി കൺഫർമേഷനായി ഇത് എനിക്ക് പോകണ്ട, എനിക്ക് മനസ്സില്ല പോകാൻ. അപ്പം ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എയർപോർട്ടിലെത്തിയപ്പം എന്നെ ആത്മീക ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്ന കർത്താവിൻ്റെ ദാസനെ ഞാൻ വിളിച്ചു. അപ്പോൾ ഫ്ലൈറ്റ് 1-2 മണിക്കൂറേ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, പാസ്റ്ററുകളെ ഇങ്ങനെ ഒരു കാര്യം വന്നു, എനിക്ക് എൻ്റെ മനസ്സിലൊരു കാര്യമുണ്ട്, പാസ്റ്ററിൻ്റെ അഭിപ്രായം എന്താ? എന്നോട് എടുത്തവായി പറയാണ്, കൊച്ചു കുഞ്ഞിനെ ഇട്ടെറിഞ്ഞിട്ട് പോകുക നീ. ഞാൻ പറഞ്ഞു, അത് തന്നെ എൻ്റെ തീരുമാനം, ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. പാസ്റ്ററെ അല്ല ആദ്യം വിളിച്ചത്, എന്നെ ആത്മീയ ശുശ്രൂഷയിലായിട്ട് കൊണ്ടുവന്ന ആളാ, ആ പുള്ളിയല്ല ആദ്യം വിളിച്ചത്. എനിക്ക് തന്നെ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവഹിതം ചോദിക്കാം. പിന്നെ എന്തിനാ പാസ്റ്ററെ വിളിച്ചേ? ഒരു മനുഷ്യനാ. അപ്പോൾ ഒരു സപ്പോർട്ടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചെന്നേ ഉള്ളൂ. എന്നാൽ പ്രൈമറി അവിടെ അല്ല, പ്രൈമറി കൃപാസനത്തിലേക്ക് ദൈവമക്കൾക്ക് ചെല്ലാം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ടോ? അല്ലാതെ പ്രൈമറി ഒരാളെ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ അഭിപ്രായം പറയും, അത് സത്യമാണോ ദൈവഹിതമാണോ നമുക്കൊന്നും അറിയത്തില്ല, നമ്മളതനുസരിച്ച് പോകും. അങ്ങനെ ആവരുത്, അപകടമാണ്. എനിക്ക് സ്വയമേ ദൈവസന്നിധിയിലേക്ക് ദൈവഹിതം ചിലപ്പോൾ സമയമെടുക്കുമായിരിക്കും. നമുക്ക് ഈ പെട്ടെന്ന് വേണം. അപ്പോൾ ഈ പെട്ടെന്ന് വേണം, ഈ ഫോണാണ് ഏറ്റവും നല്ല നമ്പർ അങ്ങോട്ട് അടിച്ചിട്ട് 10 നമ്പർ കൊണ്ട് കുത്തി അടിച്ചിട്ട് ചോദിക്കുമ്പം 15 മിനിറ്റ് കൊണ്ട് മറുപടി കിട്ടും. ഇതാ വേണ്ടത്. എന്തിനാ? ദൈവസന്നിധിയിൽ ഒന്ന് വേറിട്ടിരുന്നൊന്ന് പ്രാർത്ഥിച്ച് ദൈവം തന്നെ ഹൃദയത്തിൽ ബോധ്യം നൽകും. സമയമായില്ല. मेरा कहने का मतलब, मैं इंडिया से इधर आने के कुछ दिन पहले मैं कुछ लोगों से शेयर किए बात, मेलबर्न में ऑस्ट्रेलिया में जाने का एक इनविटेशन है चर्च में, 3 साल उधर मिनिस्टर करने के लिए। ये बोलने के वक्त ही मेरा मन नहीं है उस जाने का, तो भी मैं अपने घर में मेरा माँ को, मेरा अम्मा जी को, फिर मेरे वाइफ को ये सब बात बताया। मेरा बीबी ने सुन के ही सीधा बोला, नहीं अभी वो टाइम नहीं है, अभी जाने का टाइम नहीं। तो मैंने ऑलरेडी मन लगा के रखा है कि नहीं जाएगा। मैं वो पास्टर को जिसने मुझे कॉल किया, मैंने बोला मैं आपको थोड़ा दिन के बाद बताएगा, प्रेयर करने दो मुझे। मैं एयरपोर्ट में आया, 2 घंटा बाकी है फ्लाइट के लिए, तो उधर बैठ के मुझे मेरा स्पिरिचुअल फादर है, मैं उनको कॉल किया। मैंने कॉल करके बोला, पास्टर मुझे ऐसे कॉल आया, मेरे मन में तो एक डिसीजन मैंने लिया, आपका क्या कहना है इसमें? तो उन्होंने जैसे ही ये सुना, उन्होंने क्या बोला मालूम है? तू अपने बच्चे को एक जगह पर फेंक के जाता हुआ जैसा है, ये वापस आएगा तो नहीं मिलेगा। मैंने बोला मेरा भी यही है, मैं नहीं जा रहा हूं। ये बात आने के वक्त सबसे पहला वो पास्टर को नहीं कॉल किया मैं खुद फैमिली के साथ मिलकर परमेश्वर से राय पूछा। मेरे प्रियो, ये मैं आप लोगों को क्यों बता रहा हूं? मैं ऐसा करता हूं, आप लोग भी ऐसे ही करें। गो डायरेक्टली टू द लॉर्ड, स्पीक टू द लॉर्ड, आस्क द लॉर्ड। हम लोग किधर, परमेश्वर मुझे आप लोग को कभी भी गुमराह नहीं करेगा। तो पास्टर को नहीं बताना है क्या? गाइडेंस के लिए, डायरेक्शन के लिए आपका विषय बताकर पूछ सकते हैं। मैंने प्रार्थना किया, पास्टर मुझे इस बात में गाइडेंस नहीं मिल रहा, आपका राय क्या है? प्लीज शेयर योर विजडम। मैच्योर लोगों के पास जाना है। कुछ सारे पास्टर लोग भी सही पास्टर लोग नहीं है। कुछ पास्टर लोग बोलेगा, पास्टर ब्लेसन आप इधर ये यूए में क्यों इतना तकलीफ ले रहे हैं, बच्चे का फीस उतना, उधर सब मिल जाएगा ना, 3 साल के लिए उधर जाओ, बहुत कुछ अच्छा है, आपका लाइफ थोड़ा सा ईजी हो जाएगा, थोड़ा पैसा भी। ऐसा एडवाइस करने वाले अच्छा महान पास्टर लोग भी है।
वी शुड सीक പീപ്പിൾ വെരി ഡിസേൺ करके लोगों को ചൂസ് कर വളരെ ഡിസേണായിട്ട് ചൂസ് ചെയ്യണം. എല്ലാ പാസ്റ്റർമാരും ഇതുപോലെ പറയത്തില്ല കേട്ടോ. ചില പാസ്റ്റർമാർ എന്ത് പറയുന്നറിയാമോ, ഈ കിടന്ന് ഈ മരുഭൂമി കിടന്ന് എന്തിനാ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നത്, അവിടെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ലൈഫ് സെറ്റാവും കേട്ടോ. 3 വർഷം പിള്ളേരുടെ പഠിത്തത്തിൻ്റെ കാര്യം 1 രൂപനും കൊടുക്കണ്ട, റെൻറ്റും കൊടുക്കണ്ട. ആഹാ, ഇത് രണ്ടും ഇല്ലേ ഏറ്റവും വലിയ കാര്യം, കൊടുക്കണ്ട, ചെല്ല് ഇങ്ങോട്ട് വന്ന് കോളല്ലേ എന്ന് അഭിപ്രായം പറയുന്നതാണ് ഭൂരിപക്ഷവും. അവിടെ ഭൂരിപക്ഷമല്ല വിഷയം, ദൈവഹിതമാണ് വിഷയം. മെജോറിറ്റി നെയ് വഹാ पर इम्पोर्टेंट, गॉड्स विल है इम्पोर्टेंट. समझ में आ रहा है आप लोगों? फर्स्ट यू योरसेल्फ गो टू द लॉर्ड, सीक हिज विल, इफ नेसेसरी आस्क द पास्टर, इफ नेसेसरी. परमिशन आपको बोल दिया है, दैट इज अल्टीमेट. കർത്താവ് നിങ്ങളോട് പറഞ്ഞോ, അത് അൾട്ടിമേറ്റ്. പിന്നെ ദൈവദാസന്മാർ, ജ്ഞാനമുള്ള മെച്ചോർഡായിരിക്കും ദൈവദാസന്മാർ, അങ്ങനെ പ്രാർത്ഥിച്ച് ദൈവഹിതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ദൈവദാസന്മാരുണ്ട്. അവരോട് അഭിപ്രായം ചോദിക്കുന്നത് തെറ്റില്ല. प्रभु का मर्जी ही जीवन में होना है, ऐसा चाहने वाले प्रभु के दास लोग हैं. डिसर्न देम, आस्क द गाइडेंस आफ्टर योर प्रेयर. परमेश्वर के पास पहले जाए. രണ്ടാമത്തത് दूसरा बात, देयर इज अ होप. നമുക്കൊരു പ്രത്യാശയുണ്ട്. एक स्थायी घर मेरे और आपके लिए बना रहा है. हाथ उठाकर एक प्रभु को धन्यवाद देंगे. കരം ഉയർത്തി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? നിലനിൽക്കുന്ന ഒന്നും ഇവിടെ ഇല്ല. ഇന്ന് നിലനിൽക്കുന്ന തോന്നുന്നതെല്ലാം തീർന്നു പോകും. ആജ് जो आपको लग रहा है रुक रहा है, वो गिर जाएगा, गिर जाएगा. वो कुछ भी नहीं रुकने वाला. रुकने वाला, ठहरने वाला, स्थायी एक घर परमेश्वर मेरे और आपके लिए बना रहा है. वो मिलने के लिए अंत तक तुम लोग परिश्रम करने के लिए मैंने तुमसे ऐसा बात किया, कह रहा है. वाह, അത് പ്രാപിക്കാൻ വേണ്ടി, ഏതാ നിലനിൽക്കുന്നത് പ്രാപിക്കാൻ വേണ്ടി. ഇവിടെ നിലനിൽക്കാത്തതൊക്കെ പ്രവചിച്ചും ദൂതും പറഞ്ഞ് പിന്നെ ഇവിടെ പിടിച്ചു നിർത്തുന്ന അതല്ല. നിലനിൽക്കുന്നതായിരിക്കുന്ന നഗരത്തിന് വേണ്ടി, ശില്പിയായി ദൈവം പണിതിരിക്കുന്ന നഗരത്തിന് വേണ്ടി നീ പ്രത്യാശയോടെ ഈ ഓട്ടം സ്ഥിരതയോടെ ഓടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഈ മുന്നറിയിപ്പ് ഞാൻ നിങ്ങളോട് പറയുന്നതെന്ന് ഏകദാസം പറയുക. 12 വേഴ്സസ് പഠിക്കാൻ നമ്മൾ ബന്ദ് കरेंगे. 12ാമത്തെ വാക്യം നമ്മൾക്ക് വായിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് ഇവിടെ നിർത്താം. 12 वचन को जरा पढ़िए. ताकि तुम आलसी ना हो जाओ, वरन एनकरेजमेंट क्यों दे रहा है, वार्निंग क्यों दे रहा है? ताकि तुम क्या नहीं हो जाए, आलसी. डू नॉट बिकम लेजी इन स्पिरिचुअल लाइफ. तुम आलसी ना हो जाए. आगे, वरन उसका अनुकरण करो, उसका जो नहीं, उनका उनका वर्ण उनका अनुकरण करो. किनका? जो वो विश्वास और जो है चैप्टर 11 में जो लिस्ट दिया है ना नाम, आनोक, अब्राहम, देखा आनोक अब्राहम ऑलरेडी हमने पढ़ा है ना, बड़ा लिस्ट है. मोसेस, डेविड, उनको देखो. लाइफ में डिफिकल्टीज आए, मुश्किलात आए, गिर गया हुआ अनुभव आए, सब कुछ आया, लेकिन खड़े हो गए. पेशेंटली धीरज के साथ उनके सामने रखा हुआ दौड़ को पूरा किया. वहां पर देखो, उनका अनुकरण करो. तो 11 चैप्टर का वो ओल्ड टेस्टमेंट का विश्वासियों को मन में रखकर ये बोल रहा है, उनका अनुकरण करो जो विश्वास और धीरज, ये 2 वर्ड अंडरलाइन करना. अगला क्लास में ये दोनों देखेने वाले. विश्वास और धीरज के द्वारा प्रतिज्ञा के वारिस होते हैं. 6:12 में लिखा है कि ताकि तुम सुस्त ना हो जाओ, बल्कि उनकी मानित बनो जो ईमान और तहम्मुल, 2 वर्ड को अंडरलाइन करना, ईमान और तहम्मुल, विश्वास और धीरज के द्वारा प्रतिज्ञा के वारिस होते. तो प्रतिज्ञा के वारिस कैसा होंगे? धीरज और तहम्मुल और ईमान, faith and endurance, patience. पास्टर को पैसा देगा तो स्वर्ग नहीं जाएगा. पास्टर को पैसा दे दो, लेकिन वो काली काफी नहीं है.
വിശ്വാസ് और ധീരജ് रहना चाहिए. പാസ്റ്ററിന് പൈസ കൊടുത്താൽ സ്വർഗത്തിൽ പോകത്തൊന്നുമില്ല കേട്ടോ. പാസ്റ്ററിന് പൈസ കൊടുത്തു, അത് വേറെ വിഷയം. പക്ഷെ അത് മാത്രമായതുകൊണ്ട് അങ്ങ് ചെല്ലുമെന്ന് വിചാരിക്കേണ്ട നാം. എന്താ അവിടെ കൊടുത്തിന് 12-ാമത്തെ വാക്യം? അങ്ങനെ നിങ്ങൾ മാന്യമുള്ളവരാകാതെ വിശ്വാസത്തിലും ദീർഘക്ഷമയിലും. ഈ 2 വേർഡ് അണ്ടർലൈൻ ചെയ്യണം. ഈ വരുന്ന വെള്ളിയാഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ നമ്മളത് ധ്യാനിക്കും. അടുത്ത് മുമ്പോട്ടുള്ള വാക്യങ്ങൾ അതാ. എങ്ങനെ വേണം? വിശ്വാസത്തിലും ദീർഘക്ഷമയിലും വാഗ്ദത്തങ്ങളെ അവകാശം ആക്കുന്നവരുടെ അനുകാരികൾ ആയിത്തീരും. വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. ഇതാരെക്കുറിച്ചാ? എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസത്തിൽ ജീവിച്ച പഴയ നിയമത്തിലെ ഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും അല്ലേ? ആരൊക്കെ? ആബേലിനെ തൊട്ട് അങ്ങോട്ട് ദാവീദ്, ശിംശോൻ, മോശ, ആനോക്ക്, ഇവരെക്കുറിച്ച് പറയുകയാണ്. ഇവരുടെ ജീവിതത്തിൽ പോരായ്മകളും തെറ്റുകുറ്റങ്ങളും വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ ഓട്ടം തുടങ്ങിയതും അവസാനിപ്പിച്ചു. ഓട്ടം തുടങ്ങിയാൽ പോരാ, നല്ലതുപോലെ അവസാനിപ്പിക്കണം. യൂദ നല്ലതുപോലെ തുടങ്ങിയെങ്കിലും നല്ലതുപോലെ അവസാനിപ്പിച്ചില്ല. പത്രോസ് നല്ലതുപോലെ തുടങ്ങി, നല്ലതുപോലെ അവസാനിപ്പിച്ചു. യോഹന്നാൻ നല്ലതുപോലെ തുടങ്ങി, നല്ലതുപോലെ അവസാനിപ്പിച്ചു. ഈ വിശ്വാസത്തിൽ മുമ്പിൽ ഓടിയവരെ അനുകരിക്കണം. എന്തിനാ? വാഗ്ദത്തത്തിൻ്റെ അവകാശം പ്രാപിക്കണം. എന്തുവാ? കാനഡയിൽ പോകുന്നതാണോ? വാഗ്ദത്തത്തിൻ്റെ അവകാശം. വാഗ്ദത്തം എന്തുവാ ഈ വാഗ്ദത്തം? പ്രത്യാശ നിലനിൽക്കുന്ന നഗരം ആണ് ഈ വാഗ്ദത്തം. ആ വാഗ്ദത്തം പ്രാപിക്കുവാൻ വേണ്ടി विश्वासത്തിലും ദീർഘക്ഷമയിലും. हिंदी में बोल के बंद करता हूं. ताकि तुम आलसी ना हो जाओ वरन उनका अनुकरण करो. कौन? Hebrews chapter 11 के लोग. उनका अनुकरण करो जो विश्वास और धीरज के द्वारा प्रतिज्ञा, प्रॉमिस. क्या प्रॉमिस? प्रमोशन है क्या? दुनिया का कुछ चीज है क्या? नो. व्हाट इज द प्रॉमिस हियर? हमने देखा we can enter into God's presence anytime. Number 2, there is a city which has foundation. बुनियाद वाला एक स्थायी घर परमेश्वर ने हमारे लिए रखा है. उसके लिए, वो प्रतिज्ञा के लिए 2 बात जरूरी है. क्या है वो? विश्वास और धीरज, ईमान और तहम्मुल के बाइस वादों के वारिस होते जाए. वादा क्या है? वादा स्थायी घर, बोलना नहीं, वो है वादा. बाइबल में लिख के ले लो, क्योंकि मुझे मालूम है कल चलकर दूसरा कोई यूट्यूब में मैसेज देखेगा, वो बोलेगा वादा मतलब बेटा आपको अमेरिका में 3रा महीना 3रा दिन लेके जाएगा बोलेगा, तो हम लोग वो भी विश्वास करेंगे. इसके लिए बाइबल में लिख लो. हमारा पास्टर ने बोला वो नहीं है वादा, ये है वादा. स्थायी घर में यीशु मसीह में लेके जाए, वो है वादा. സ്തോത്രം. വാഗ്ദത്തം എന്ന് അവിടെ ബൈബിളങ്ങ് എഴുതി കിട്ടോ, കുഴപ്പമില്ല. കാരണം നാളെ യൂട്യൂബിൽ ആരെങ്കിലും ഇങ്ങനെ പ്രസംഗിക്കും, ആ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ 3-ാം വർഷം 3-ാം മാസം 3-ാം തീയതി നീ ഒരു തണുപ്പുള്ള രാജ്യത്തിൽ വിറച്ചിങ്ങനെ നിൽക്കുന്നു ഞാൻ കാണുന്നു, നിന്റെ നാട്ടിലത്തെ വീട്ടിൽ ആരും ഇല്ലെന്ന് ഞാൻ കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ പറയണോ? ഇല്ല, ഞങ്ങളുടെ ഭാഷ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് ഏതാ? തണുപ്പുള്ള രാജ്യത്തിൽ വിറയ്ക്കുന്നതല്ല, നിലനിൽക്കുന്നതായിരിക്കുന്ന നഗരം, അടിസ്ഥാനമുള്ള നഗരം കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് കർത്താവിൻ്റെ ആ കൃപാസനത്തിലേക്ക് ഏത് സമയം ചെല്ലാം എന്നുള്ള വാഗ്ദത്തം. അതിനുവേണ്ടി വിശ്വാസത്തോടെയും ദീർഘക്ഷമയോടെയും ഞാൻ ഈ ഓട്ടമോടും. ആത്മീകത്തിൽ ഞാൻ മാന്യമുള്ളവളാകുകയില്ല. ആത്മീയ ജീവിതത്തിൽ മാന്യത വരല് പ്രിയരെ. പക്വത പ്രാപിക്കാൻ വേണ്ടി നമുക്ക് മുന്നേറാം. കർത്താവ് വചനങ്ങളെ നമ്മൾ അനുഗ്രഹിക്കുമാറാകട്ടെ. स्पिरिचुअल मेच्योरिटी के लिए मैं और आप लोग लेजी नहीं होना है. प्लीज डू नॉट बी लेजी. लेट अस go forward and let us keep on encouraging others and ourselves also, and let us trust in God's promise. ദൈവത്തിന്റെ വാഗ്ദത്തത്തിലേക്ക് നമുക്ക് പ്രത്യാശ വെക്കാം. Let us trust in God's promise. हमें प्रोत्साहन भी चाहिए.
നമുക്ക് പ്രോത്സാഹനവും വേണം, അപ്പോൾ തന്നെ നമുക്ക് പ്രബോധനവും വേണം, ഉപദേശവും വേണം. എന്നെങ്കിലും നമ്മൾ മാന്യമില്ലാത്തവരായി മുൻപോട്ട് പോകുകയുള്ളൂ. मुझे और आप लोगों को चेतावनी भी चाहिए, नसीहत भी चाहिए, तनबीह भी चाहिए और हौसला अफजाई भी चाहिए. हमें प्रोत्साहन भी चाहिए. ये सब चाहिए हमें, तो ही हम लोग इस दौड़ में दौड़ सकते हैं. लेट मी एंड दिस saying by saying this. God sees our everyday life. നമ്മുടെ എല്ലാ അനുദിന ജീവിതത്തെ ദൈവം വളരെ സൂക്ഷ്മതയോടെ നോക്കുന്നുണ്ട്. വെദർ വി ട്രൂലി ലവ് ഹിസ് നെയിം, നാം ദൈവത്തിൻ്റെ നാമത്തെ യഥാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? ഡു വി ലവ് ഹിസ് നെയിം? ഹൗ ഡു യു നോ ബ്രദേഴ്സ് യു ലവ് ഹിസ് നെയിം? ദാറ്റ് ക്യാൻ ബി സീൻ. ഹൗ ഡു യു സെർവ്? ദൈവത്തിൻ്റെ നാമത്തെ സ്നേഹിക്കുന്ന എങ്ങനെ അറിയാം? നാം ചെയ്യുന്ന ശുശ്രൂഷകളിൽ കാണാൻ കഴിയും. ദൈവത്തിൻ്റെ സ്നേഹമായിരിക്കും അത് അടിസ്ഥാനം. അങ്ങനെ ഉള്ള ദൈവമക്കളെ മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. ऐसे लोगों को भूलने वाला परमेश्वर ने हमारा परमेश्वर. Let the flames of spiritual life not go down. Let us fan by trusting the promises of God. Let us fan into flame our spiritual life. നമ്മുടെ ആത്മീക ജീവിതത്തിൽ വെള്ളം വീണ് തണുത്തുപോയ അനുഭവമാണെങ്കിൽ അതിലേക്ക് തീയിട്ട് ചുട്ട് അതിനെ ചൂട് വീണ്ടും കൊണ്ടുവരുന്നത് പോലെ നമ്മുടെ ആ വിശ്വാസത്തിൽ മാന്യത വന്നതിനെ ചൂട് കൊണ്ടുവരുവാൻ ആത്മാവ് ബലം നൽകട്ടെ തിരുവചനത്താൽ കൂടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് പ്രേ. നമ്മൾ പ്രാർത്ഥന കरेंगे. सब लोग प्रार्थना करें. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ടെ.